ഹലോ, വെൽക്കം ടു മൈ വ്ളോഗ്. ഈ പലപ്പോഴും നമുക്കില്ലാത്ത സാധനം എന്ന് പറയുന്നത് ഈ ഇരുന്ന് ഒന്ന് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണല്ലോ. ഞാനും ഈ സ്വിറ്റ്സർലാൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴത്തേനും ഒത്തിരി യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ നോക്കി. അപ്പോൾ എല്ലാവരും അവനവൻ്റെ അനുഭവം, അവനവൻ കഴിച്ച കാര്യങ്ങൾ, അതൊന്നും വേറൊരാൾക്ക് റിലവൻ്റ് ആവണമെന്നില്ല. എനിക്ക് ആ സമയത്ത് അറിയേണ്ടിയിരുന്നത് എനിക്ക് സ്വിറ്റ്സർലാൻഡിൽ പോകണം. ഗ്രൂപ്പ് ടൂറൊന്നും അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യുമ്പോഴത്തേനും എങ്ങനെ ചെയ്യണം എന്നൊരു ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പോൾ അതിനായി ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ റെഫർ ചെയ്ത് കുറേ ChatGPT എടുത്തിങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കണ്ടുപിടിച്ചത്. അപ്പം ഏതെങ്കിലും ഒരാളിപ്പം തന്നെത്താനെ പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ഞാൻ ഇപ്പോൾ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലൈക്ക് വരുന്ന ക്ലിപ്സുകളിലൊക്കെ കുറച്ചൊക്കെ അതാത് സ്ഥലങ്ങളിലുള്ള എൻ്റെ അനുഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കാണണമെങ്കിൽ കാണാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ആയിരിക്കും റെലവൻറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, സോ ഞാൻ ട്രാവൽ ചെയ്തത് UK എന്നാണ്. UK ലണ്ടൻ സിറ്റി എയർപോർട്ടിൽ നിന്ന് സൂറിച്ചിലോട്ട് അപ്പ് ആൻഡ് ഡൗൺ BA ഫ്ലൈറ്റ് എടുത്തു. BA അത്യാവശ്യം എക്സ്പെൻസീവാണ് ഫ്ലൈറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ലഗേജ് നമുക്ക് 23 കിലോ കൊണ്ടുവരാം. അപ്പം ഈ ട്രാവലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വാഷിംഗ് ഒന്നും നടക്കില്ല, എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. നമ്മളൊരു ഹോളിഡേ പോകുന്ന അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്യാനല്ലാണ്ട് ഈ ഈസി ജെറ്റിലൊന്നും 10 കിലോ കയ്യിലൊരു ബാഗേജ് പിടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പം നമുക്ക് ജനറലി ഇത്തിരി പാടാണ്. അതുകൊണ്ടാണ് ഞാൻ BA ചൂസ് ചെയ്തത്. മാത്രമല്ല എനിക്ക് BA പോയിൻറ്റ്സ് വെച്ചിട്ട് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റി. സൂറിച്ചിലോട്ട് അപ്പ് ആൻഡ് ഡൗൺ 2 പൗണ്ടേ ആയുള്ളൂ. അത് AVOS പോയിൻ്റ് വെച്ചിട്ടാണ്. അപ്പോൾ AVOS പോയിൻ്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡേ ടു ഡേ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ്, വേറെ എന്തെങ്കിലും ടിക്കറ്റുകളോ ലൈക്ക് യൂഷ്വൽ ഷോപ്പിംഗ് ഇല്ലേ, അത് നമ്മളെപ്പോഴും MX കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ MX കൊടുക്കാറ്. എന്നിട്ട് അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് കിട്ടും. ആ പോയിൻറ്റ്സ് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് AVOS പോയിൻ്റ് ആക്കാം. അങ്ങനെയുള്ള MX കാർഡുകളുണ്ട്. ഓക്കെ, എന്നിട്ട് അത് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ അവരിങ്ങനെ ക്യാഷ് ബാക്ക് തരും, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ AVOS പോയിൻ്റ് ആക്കാം. അപ്പോൾ ഇത്രയും പോയിൻ്റൊക്കെ ആവുകയാണെങ്കിൽ നമ്മളിപ്പോൾ UK നമ്മൾ യൂറോപ്യൻ ഹോളിഡേയ്സൊക്കെ ഇതുപോലെ അപ്പ് ആൻഡ് ഡൗൺ എടുക്കുമ്പം ആ പോയിൻറ്റിൻ്റെ വേർത്താണ്. പക്ഷേ ഇന്ത്യയിലോട്ടൊക്കെ നമ്മൾ ആ പോയിൻ്റ് വെച്ചിട്ട് എടുക്കാൻ നോക്കുമ്പോൾ ഒത്തിരി പോയിൻ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ. അതിലും ഭേദം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതാണ് ഇന്ത്യയിലേക്കാണെങ്കിൽ. അതുകൊണ്ടാണ് AVOS പോയിൻ്റ്. പിന്നെ ഞാൻ ഈ സെയിൻസ്ബറീസ് സൂപ്പർ മാർക്കറ്റില്ലേ, അതിൻ്റെ നെക്ടർ കാർഡിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് കിട്ടുമല്ലോ ഓരോ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ. അതിൻ്റെ പോയിൻറ്റ്സും കൺവേർട്ട് ചെയ്തിട്ട് AVOS പോയിൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടി ചേർത്തു. ആ പോയിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ BA ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് 2 പൗണ്ടിന് കിട്ടിയത്. ദാറ്റ് ഈസ് ദ കീ. ഓക്കെ, അപ്പം ഈ സ്വിറ്റ്സർലാൻഡിലോട്ട് ഞാനിങ്ങനെ പോകണമെന്ന് ആദ്യം ഞാനിങ്ങനെ ഒത്തിരി ടൂർ പാക്കേജുകളൊക്കെ നോക്കി വന്നപ്പോഴത്തേനും അവരുടെ ഐറ്റിനറി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിങ്ങനെ ഒരു തട്ടിപ്പ് പോലെയാണെന്ന് എനിക്ക് തോന്നി. അതായത് എല്ലാം കൊണ്ടെത്തിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യുന്ന രീതിയിൽ എത്തിക്കണ്ടോയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞില്ല. പക്ഷേ ഇപ്പം ഒരു പ്രാവശ്യം യൂറോപ്പിലോട്ട് വരുന്നുള്ളൂ ഇന്ത്യ എന്നൊക്കെയാണ്. എല്ലാം നമുക്കൊന്ന് കവറാവണം, വലിയ ഇവിടുത്തെ നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇപ്പം UK പോലെയുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തൊക്കെ യാത്ര ചെയ്തൊക്കെ ശീലമുണ്ട്, നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒറ്റയ്ക്ക് വരുന്നത് തന്നെയായിരിക്കും നല്ലത്. അങ്ങനെ അപ്പോൾ 2 മെയിൻ സ്പോട്ടുകളാണ് ഇവിടെ ഞാൻ ചൂസ് ചെയ്തത്. ഒന്ന് ലുസേണും പിന്നെ ഒന്ന് ഇൻ്റർലേക്കനും. ഓക്കെ, അപ്പം ഞാൻ സൂറിച്ചിൽ വന്ന് ഇറങ്ങി. സൂറിച്ച് ഫംഗസ് അങ്ങനെ എന്തോ ആണ് എയർപോർട്ടിൻ്റെ സ്റ്റേഷൻ്റെ പേര് കേട്ടോ. സൂറിച്ച് SB അല്ല, അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ സ്റ്റേഷനാണ് എയർപോർട്ടിൻ്റെ സ്റ്റേഷൻ. വാക്ക് എനിക്ക് ഓർമ്മ വരുന്നില്ല അത്. എനിവേ അവിടെ വന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് ഡേ അവിടെ നിന്ന് ഫ്ലൈറ്റ് 11:45 അപ്പോൾ ഇവിടെ 2:30 ആയപ്പോൾ എത്തി. അപ്പോൾ ഞാൻ സ്വിറ്റ്സർലാൻഡിൽ ഇൻറ്റേർണൽ ട്രെയിനിനൊക്കെ SBB എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് വെബ്സൈറ്റുണ്ട്, അതിൻ്റെ ആപ്പും ഉണ്ട്. അത് ഞാൻ ആപ്പ് എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു. 1 വേ ടിക്കറ്റ് ടു ഈ എൻ്റെ ഹോട്ടലിരിക്കുന്നത് ബാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ലുസേണിൽ നിന്നൊക്കെ അടുത്താണ്, പക്ഷേ ആ ലുസേൺ ഏരിയയിൽ ലുസേണിലേക്ക് എത്തിപ്പെടാൻ, അതായത് ലുസേൺ ഒരു സെൻറ്ററാണ്, അവിടെ നിന്ന് പലയിടത്തേക്കും ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഈ കാരണം ലുസേണാണ് ആദ്യം നോക്കിയത്. അപ്പോൾ ഈ ലുസേൺ ഇത്ര പോപ്പുലർ ആയതുകൊണ്ടും ഒക്കെ അത്യാവശ്യം നല്ല ഹോട്ടൽ റേറ്റൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ലുസേണിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഇത്, ഫോർ എക്സാമ്പിൾ നമ്മൾ എറണാകുളത്ത് താമസിക്കുന്നതിന് പകരം ആലുവയിലൊക്കെ ആലുവയല്ല, അങ്ങനെ ഇത്തിരി മാറിയിട്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് എറണാകുളത്ത് എത്തി അവിടെ നിന്ന് എവിടേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും. ആ ഒരു രീതി ഉണ്ടല്ലോ. അല്ലെങ്കിൽ തൃശ്ശൂർ താമസിക്കുന്നതിന് പകരം ഒരു ഒല്ലൂർ താമസിക്കുക, അതാണ് ഞാനൊരു കമ്പാരിസൺ ആയിട്ട് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് ഞാൻ
അപ്പോൾ ഈ ബാർ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, അവിടെയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, അവിടെ അപ്പം ഹോട്ടൽ ഇങ്ങനെ നോക്കി വന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൊരു ഹോട്ടൽ നോക്കി ബുക്ക് ചെയ്തു, bookings.com കൂടെ പോയിട്ട്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പുറത്തുനിന്ന് നമ്മൾ ഒന്നാമത്തെ രാവിലെ ഒരു ചായ ഒന്നും കുടിക്കാതെ പുറത്തിറങ്ങിയാൽ തന്നെ നമ്മുടെ മൂഡ് പോകും. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, അത് തപ്പി നടന്ന് രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ ആ ഡേ ഒന്നും ഇതായല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ HB, അതായത് സൂറിച്ച് HP സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ ഈ വാക്കുകൾ കാലേക്ക് നമ്മൾ അങ്ങനെ ഫ്രീക്വൻ്റായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേഷനോ പേരുകളോ ഒന്നും അല്ലല്ലോ. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ട്രെയിൻ സ്റ്റേഷനിലേക്കൊക്കെ പോകാൻ ഭയങ്കര എളുപ്പമാണ്, ജസ്റ്റ് ഫോളോ ദ റൂട്ട് ചെയ്താൽ മതി എയർപോർട്ടിൽ. എന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറി എൻ്റെ പെട്ടിയും ഒക്കെ കൊണ്ട് ഈ ലുസാണല്ല, നേരെ ബാറിൽ വന്ന് ഇറങ്ങി. സൂറിച്ചിൽ നിന്ന് നേരെ ബാറിലോട്ട് ട്രെയിനുണ്ട്. എന്നിട്ട് അവിടെ വന്ന് ഇറങ്ങിയിട്ട് തൊട്ട് ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് എൻ്റെ ഹോട്ടലിലോട്ട് 280 നമ്പർ ബസ്സായിരുന്നു. അത് പിടിച്ച് നേരെ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ വന്ന് ഇറങ്ങി. അവിടെ നിന്ന് 1-2 മിനിറ്റ് ബാക്കിയുള്ള ഹോട്ടലിലോട്ട് നമുക്ക് കാണാം. അപ്പോൾ ഹോട്ടലിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ പടമൊക്കെ നല്ലതൊക്കെ ആയിരുന്നു. പിന്നെ ഒരു റേറ്റും ഈ സ്വിറ്റ്സർലാൻഡിലുള്ള റേറ്റ് വെച്ച് നോക്കുമ്പം ഒരുവിധം കുഴപ്പമില്ലാത്ത റേറ്റ്. സിംഗിൾ റൂം അക്കോമഡേഷൻ, വേറെ ഷെയറിംഗ് ഒന്നുമില്ല. അതായത് ചിലത് ഈ മറ്റേ സ്റ്റുഡൻ്റ് അല്ലല്ലോ, എന്താ പറയുക, ഡോർമിറ്ററി പോലെയില്ലേ, എനിക്കതത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. ഇതാകുമ്പോൾ പിന്നെ നമ്മുടെ പേഴ്സണൽ ഏരിയയിലോട്ട് ആരും വരത്തില്ലല്ലോ എന്നുള്ളൊരു ധൈര്യമായിരുന്നു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ വന്നിറങ്ങി. അവർ റൂമിൽ പ്രത്യേകിച്ച് ഫെസിലിറ്റി ഒന്നുമില്ലായിരുന്നു, വെള്ളം പോലും ഇല്ലായിരുന്നു. നമ്മൾ വെള്ളം കൊണ്ടുവന്ന് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി ഫുഡൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, സ്നാക്സ് പോലെയൊക്കെ. കാരണം എനിക്ക് ഫസ്റ്റ് ദിവസം ഈ ഫുഡ് തപ്പി നടക്കാനുള്ള ഒരു അവധില്ലായിരുന്നു. അതിന് ഇവിടെ വേണമെങ്കിൽ ഡിന്നർ വേണമെങ്കിൽ അല്ല, അവർ 35 സ്വിസ് കറൻസി കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാക്കി തരാൻ 3 കോഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കതേ തട്ടിപ്പാൻ തോന്നിയായിരുന്നു കണ്ടപ്പോൾ തന്നെ. പക്ഷേ അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലേ നമുക്ക് ഊഹിക്കാമല്ലോ ലഞ്ച് അങ്ങനെ ഇരിക്കുമെന്ന്. അപ്പം എല്ലാവരും നമുക്ക് വായ വയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു രൂപത്തിലുള്ളൊരു സാധനങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് ഞാനത് ഓപ്റ്റ് ചെയ്തില്ലായിരുന്നു, നല്ല കാര്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുളിച്ചൊക്കെ ഒന്ന് റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് പിന്നെ നിയർ ബൈ വല്ല സൂപ്പർ മാർക്കറ്റ് വല്ല ഉണ്ടെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ വല്ലതും പോയി മേടിക്കാമെന്ന് ഓർത്ത് പുറത്തൊക്കെ ഇറങ്ങി. ഇവിടെ ഇങ്ങനെ ചുറ്റോട് ചുറ്റും കണ്ടോ, ഇങ്ങനെ പാടം പോലത്തെ കുറേ സ്ഥലങ്ങളാണേ. ഇതുപോലെ തന്നെ ഒരു സീനായിരിക്കും ആ ട്രെയിൻ അല്ല ബസ് പിടിച്ച് നമ്മൾ പോകുന്ന അത്രയും റൂട്ടൊക്കെ ഇങ്ങനത്തെ സീനായിരിക്കും. അങ്ങനെ ഞാൻ ഇവിടെ പോയി, എവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ 8 മണി വരെ ഉണ്ടെന്ന് ഗൂഗിളിൽ കണ്ടതാണ് ആ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഇതെവിടെ കാണുന്നത്, ഒരു റെഡ് കളർ ഒരു ഇത് കാണുന്നില്ലേ, അതായിരുന്നു എൻ്റെ സൂപ്പർ മാർക്കറ്റ്. പക്ഷേ അത് പൂട്ടി, അവരത് പൂട്ടി തരണം. അപ്പം പിന്നെ ഞാൻ തിരിച്ചിവിടെ വന്ന് പിന്നെ അന്ന് ഇവിടെ ഇരിക്കുന്ന ഇതേ പോയിന്റിൽ തന്നെ ഞാൻ അന്ന് ഫസ്റ്റ് ഡേ ഇരുന്നത്. ഒരു ചെറിയൊരു എന്തോ ഒരു ഇതല്ലേ, ഇങ്ങനെ ഒരു വാട്ടർ ബോഡി ആണ്, വയൽ പിടിച്ച് കിടക്കുക. എങ്കിലും ഇവിടെ വന്ന് അങ്ങനെ റിലാക്സ് ചെയ്യാം. കാരണം റൂമിനകത്ത് ഭയങ്കര പുഴുക്കും ചൂടും ഒക്കെയാണ്, ഫാനൊന്നുമില്ല. അതൊരു ഇതായിരുന്നു, എനിക്ക് ഭയങ്കര അൺഹാപ്പിയാണ് അതിനെക്കുറിച്ച്. കാരണം ഇത്രയും ചൂട് കാലാവസ്ഥയല്ലേ, ഇവിടെ ഒരു ഇല പോലും അനങ്ങില്ല, അത് നമ്മളങ്ങ് ആകെ പുഴുക്കും. അത് ഒരു മോശമായിപ്പോയി. ഞാൻ ചോദിച്ചു അവരോട് വിളിച്ച്, പക്ഷെ അവർ പറഞ്ഞു ഫാൻ ഫെസിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു. ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസമൊക്കെ യാത്ര ചെയ്യണം, എങ്ങനെ കണ്ടുപിടിക്കും പോകുമെന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 1-2 സ്ഥലങ്ങളൊക്കെയാണ് നോക്കി വന്നിട്ടുണ്ടായിരുന്നു ഈ ലുസാണിന്ന് പോകാൻ പറ്റിയതൊക്കെ. പക്ഷേ ഒന്നും ബുക്കൊന്നും ചെയ്തില്ല, ഞങ്ങൾ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. എല്ലാം ഓൺ ദി സ്പോട്ടിൽ നമുക്ക് കിട്ടും. ഈ മറ്റേ ഇതൊക്കെയില്ലേ ട്രെയിനിൻ്റെയും ഈ ഓരോ മൗണ്ടൻ ക്ലൈമ്പിങ്ങൊക്കെ അതങ്ങനെ വലിയ ഫില്ലാവണമെന്നില്ല. അവിടെ ചെന്ന് അപ്പം തന്നെ ടിക്കറ്റ് കിട്ടുന്ന സെറ്റപ്പേ ഉള്ളൂ. പിന്നെ നമ്മളങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ്ഡ് ആവില്ല ആ ടൈമിനോട്. ഇതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഇതാവുമല്ലോ. അങ്ങനെ രാവിലെ ഞാൻ 7 മണിക്ക് എഴുന്നേറ്റ് 7 മണി തുടങ്ങി 9 മണി വരെ കണ്ട ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഈ പറഞ്ഞ പോലെ ബേസിക് ഒരു ബ്രൗൺ ബ്രെഡ് പോലെ വെച്ചിട്ട് കുറച്ച് ജാം വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചീസ് പോലത്തേത്, പിന്നെ ഹാമിൻ്റെ സ്ലൈസ്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകാൻ പോയില്ല. പിന്നെ മിൽക്ക്, ചായ, കാപ്പി അതൊക്കെ. ഞാനൊരു ബ്രെഡ്, ഇത്തിരി ജാമ്, പിന്നെ ഒരു പഴം കഴിച്ച്, പിന്നെ ഇത്തിരി 2 കുഞ്ഞ് ഗ്ലാസ് ജ്യൂസ് കുടിച്ചു. അങ്ങനെ അത്യാവശ്യമുള്ള കഴിച്ചില്ലെന്നല്ല, എന്നാലും വലിയ ഈ പറഞ്ഞ ക്രൊസാന്ത് അല്ലെങ്കിൽ കേക്ക്സോ അല്ലെങ്കിൽ മറ്റേ സോസേജസോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത്തിരി ദാരിദ്ര്യമാണ് സ്വിറ്റ്സർലാൻഡിലെ ബ്രേക്ക്ഫാസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പയർഡ് ടു നമ്മളിതുവരെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും പോയതല്ലേ. എനിവേ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ
ഈ ബസ് പിടിച്ചിട്ട് അപ്പോൾ ബസ് മണിക്കൂറിൽ ഒന്നേ ഉള്ളൂ, അതെനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അന്ന് രാവിലെ എഴുന്നേറ്റ് ബസ് പിടിച്ച് ബാർ സ്റ്റേഷനിൽ പോയി. ബാറിൽ നിന്ന് അപ്പം തന്നെ എനിക്ക് ലുസേണിലോട്ട് മറ്റേ ഇതുണ്ട്, ട്രെയിനുണ്ട് നേരെ, അവിടെ പോയി. അത് കഴിഞ്ഞ് ഈ ലുസേണിൽ പോയിട്ട് ഞാൻ മൗണ്ട് ടിറ്റ്ലസ് പോയി രാവിലെ. അപ്പം മൗണ്ട് ടിറ്റ്ലസിലോട്ട് എങ്കിൾബർഗ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലോട്ട് പോയി. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പം ഈ ലുസേണിൽ നിന്ന് എങ്കിൾബർഗിലോട്ടുള്ള ട്രെയിൻ നോക്കുക. അപ്പോൾ ഈ SBB ആപ്പിൽ നമ്മൾ ലുസേൺ ടു എങ്കിൾബർഗ് എന്ന് വയ്ക്കുമ്പോഴത്തേനും ഇങ്കിൾബർഗാന്ന് എനിക്കറിയാൻ കാരണം ഞാൻ ChatGPT പോയി നോക്കി മൗണ്ട് ടിറ്റ്ലസിൽ പോകാൻ ഉള്ള റൂട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ SBB ആപ്പിൽ പോയി സെർച്ച് ചെയ്തു. അപ്പോൾ അവർ പ്ലാറ്റ്ഫോം നമ്പറൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നുകൂടെ നോക്കണം കേട്ടോ, നമ്മൾ ചൂസ് ചെയ്യുന്ന കറക്റ്റ് ക്വിക്കസ്റ്റ് ട്രെയിൻ എടുക്കണം. ചിലപ്പോൾ ഈ സ്ലോ ട്രെയിനൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മുടെ ChatGPT പറയുന്നത് മാത്രം കേട്ട് പോകരുത്, നമ്മൾ അതിൻ്റെ ഇൻഫോർമേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്ത് അങ്ങനെ വേണം നമ്മൾ ഒന്ന് കമ്പയർ ചെയ്തിട്ട് വേണം യാത്ര ചെയ്യാൻ. അതിപ്പോൾ ഞാൻ ഇങ്ങനെ തനിയെ പ്ലാൻ ചെയ്യുന്നവർക്കുള്ളൊരു ഇൻഫർമേഷനാണല്ലോ. അപ്പം ഞാൻ താമസിച്ച ഹോട്ടലിൽ നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇത് കോപ്പൽ കാസ്റ്റർ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. പക്ഷേ ബാർ ഏരിയയിൽ ഏതെങ്കിലും ഹോട്ടൽ കിട്ടുവാണെങ്കിൽ ലുസേണിനേക്കാളും നല്ല ചീപ്പറായിട്ട് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച കാര്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് ലുസേണിലാണ് നിയറസ്റ്റ് ചീപ്പായിട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ് കേട്ടോ. പക്ഷെ എപ്പോഴും നമ്മൾ നോക്കണം, ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണെങ്കിൽ എത്ര ദൂരം ഉണ്ടാകുമെന്ന് നോക്കണം. കാരണം നമുക്ക് ഈ പെട്ടി പ്രമാണം കൊണ്ട് ഇവിടെ ഊബറൊന്നും ചീപ്പറേ അല്ല. അപ്പം നമുക്ക് അത് വെച്ചിട്ട് അധികം, കാരണം അതെന്തായാലും നമുക്ക് വന്ന ദിവസം ഉണ്ടാവും, പോണ ദിവസം ഉണ്ടാവും. അത് 25 പൗണ്ടൊക്കെ മിനിമം ഇവിടുത്തെ കറൻസിയൊക്കെ ആവും മിനിമം എന്ന് പറയുന്നുണ്ട്. അപ്പം അത് വെറുത്തല്ല. എപ്പോഴും നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കണം. പിന്നെ ഞാനൊരു ഗുണം ചെയ്തത്, ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു 1 വേ ടിക്കറ്റ് എടുത്തത്, അതിന് 19 കറൻസിയായി, സ്വിസ് കറൻസിയായി. പക്ഷേ രണ്ടാം ദിവസം തുടങ്ങി ഞാൻ 25 മുതൽ 25, 26, 27, 28 4 ദിവസത്തേക്ക് ഇവിടുത്തെ സ്വിസ് പാസ് എടുത്തു. അതായത് എനിക്ക് അൺലിമിറ്റഡ് ആയിട്ട് എവിടെ വേണമെങ്കിലും ട്രെയിനിൽ പോകാം. അതിന് 309 സ്വിസ് കറൻസി ആയത്. അത് ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത കേട്ടോ, ഫിക്സ്ഡ് പോലെ ആ 4 ദിവസം. അത് തന്നെ ഫ്ലെക്സിബിലിറ്റി ഉള്ളതുണ്ട്. ഏതെങ്കിലും 4 ദിവസമാണെന്നുണ്ടെങ്കിൽ 349 അങ്ങനെ സംതിങ് ആവും. അപ്പോൾ നമ്മൾ അതാ ദിവസം അത് ആക്ടിവേറ്റ് ചെയ്യണം. ഇതാകുമ്പോൾ ഒന്നും ചെയ്യണ്ട. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ട്രെയിന്, ബസ് ഇതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഈ ബോട്ട് റൈഡില്ലേ, ലുസേണിൽ പോയിട്ട് നമ്മൾ ബോട്ടൊക്കെ പോയായിരുന്നു ഞാൻ, അത് ഉപയോഗിച്ചു. ഫ്രീ ആണ്, ഏത് ഇങ്ങനത്തെ ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആണ്. പിന്നെ ഈ മൗണ്ട് ടിറ്റ്ലസിൽ പോകാൻ വേണ്ടിയിട്ട് ഇതെടുത്തു, എന്താ പറയുക, ഇതില്ലേ നമ്മുടെ എന്താ പറയുക, മൗണ്ടനിലേക്കൊക്കെ പോണ എന്താ പറയുക, കോഗ്വീൽ റെയിൽവേ അല്ലല്ലോ, ഒരു ട്രെയിൻ പോലത്തെ, അത് ഇങ്ങനെ അപ്പിലേക്കാണ് പോണത്. അത് ഫ്രീ ആണ്. അങ്ങനെ അത് ഫ്രീ അല്ല, സോറി, അതിന് 50 പൗണ്ട് കൊടുത്താൽ മതി. ആ മൗണ്ട് ടിറ്റ്ലസിൻ്റെ പാസിന് 50% ഓഫ് കിട്ടും. അപ്പം അത് വിത്ത് ഓഫ് 50 സ്വിസ് കറൻസിയായി, അല്ലെങ്കിൽ അതിൻ്റെ ഡബിളായിരിക്കും. അങ്ങനെ എല്ലാത്തിലും നമുക്കത് ഓഫ് കിട്ടും. അപ്പോൾ ഈ എല്ലാം കാണണമെങ്കിൽ ഇത് എടുക്കുകയാണെങ്കിൽ ഗുണമാണ്. പക്ഷേ ഇത് തന്നെ എടുക്കണമെന്നില്ല. ദർ ഇസ് സംതിങ് കോൾഡ് സ്വിസ് ഹാഫ് പാസ്, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതാവുമ്പോഴും ഈ മൗണ്ടനൊക്കെ ഹാഫ് പ്രൈസ് തന്നെ കിട്ടും. പക്ഷേ ഏത് ട്രെയിൻ ജേണി ആണെങ്കിലും അതിന് 50% ഓഫ് കിട്ടുള്ളൂ. അപ്പോൾ പ്രോബ്ലം നമ്മൾ ഇങ്ങനെ എന്താ പറയുക, അതാത് സ്ഥലത്ത് അങ്ങനെ പേ ചെയ്തുകൊണ്ടിരിക്കണം. ഇതാകുമ്പോൾ നമുക്കൊന്നും വരി ചെയ്യണ്ട. രാവിലെ എഴുന്നേറ്റ് അങ്ങ് പോയി വൈകുന്നേരം തിരിച്ചെത്തുന്നവരെ എല്ലാം കവേർഡ് ആണെന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ. അങ്ങനെ ഫസ്റ്റ് ഡേ ഞാനിതുപോലെ ലുസേണിൽ പോയി. ലുസേണിൽ നിന്ന് എങ്കിൾബർഗിലോട്ട് പോയി. എങ്കിൾബർഗിൽ നിന്ന് ഞാൻ അവിടെ അങ്ങനെ ചോദിച്ചപ്പം അവർ പറഞ്ഞൊരു 10 മിനിറ്റ് അപ്പുറത്തേക്ക് നടക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നടന്നിട്ട് ഈ മൗണ്ടൻ ഇത് കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് മൗണ്ട് ടിറ്റ്ലസ്, അപ്പോൾ അത് ഭയങ്കര പോപ്പുലർ, അവിടെ കുറേ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അതെടുത്തിട്ട് അവിടെ മൗണ്ടനിൽ അങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടാണ്. അപ്പോൾ ഒരു സ്റ്റേജിൽ പോയി കുറച്ച് പിന്നാരമിക് വ്യൂവും അങ്ങനെയൊക്കെ കണ്ടു. പിന്നെ മുകളിൽ പോയി അവിടെ വന്നിട്ട് ഈ ഇതില്ലേ ഐസിൻ്റെ ബേസ്ഡാണ് അവിടെ. അപ്പം ഐസിലൊക്കെ ആൾക്കാർ കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ തണുപ്പൊന്നുമില്ല, ഭയങ്കര ചൂടാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ ജാക്കറ്റൊക്കെ കൊണ്ടുപോയി, പക്ഷേ എനിക്ക് ജാക്കറ്റൊന്നും ഇറക്കേണ്ടി വന്നില്ല. എനിക്ക് ഐസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സമാധാനമായി. അത് കഴിഞ്ഞ് അവിടെ ഐസ്, എന്നാൽ ഈ ചൂട്ടത്തുള്ള ഐസ് എന്ന് പറയുമ്പോൾ ഉരുകി ഒരുവിധമായി, എങ്കിലും മുകളിൽ ഉരുകിയിട്ടില്ല. അവർ വന്നിട്ട് പിന്നെ ഇത്തിരി ഒരു ഐസ് ആക്ടിവിറ്റി പോലെയൊക്കെ ഇങ്ങനെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കാണ് ഒത്തിരി ഇന്ത്യയിൽ നിന്നൊക്കെ ഐസ് കാണാൻ വേണ്ടി ആൾക്കാർ സ്വിറ്റ്സർലാൻഡിലോട്ട് വരില്ലേ. നമുക്ക് UK ഇരുന്നിട്ട് ഐസൊക്കെ നല്ലോണം ഒന്ന് മാറി സമ്മറായാൽ മതി എന്ന് പ്രാർത്ഥനയാണ്. പക്ഷെ എല്ലാവർക്കും കാറ്റർ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അവർ വന്നിട്ട് ഇങ്ങനെ ഒരു മൂവിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ആംബിയൻസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അവരുടെ ഒരു ഡ്രീം ഹോളിഡേ ആയിരിക്കില്ല. എൻ്റെയും അതെ. പക്ഷേ ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുമ്പോൾ എന്തോ
ഒരു ഭയങ്കര ഡ്രീം ഡെസ്റ്റിനേഷനായിട്ട് ഒത്തിരി പൈസയൊക്കെ കൊടുത്ത് വന്നവരായിരിക്കില്ലേ. ഇന്ത്യയിൽ നിന്ന് വരാനും ഒരു ചിലവുണ്ടല്ലോ. അപ്പോൾ എനിവേ എന്നിട്ട് അത് ഒത്തിരി ഇന്ത്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. സ്വിറ്റ്സർലാൻഡിൽ മൊത്തം എവിടെ നോക്കിയാലും ഇന്ത്യൻസ്. മലയാളികളെയും ഞാൻ മലയാളമൊക്കെ സംസാരിക്കണം കേട്ടു, തമിഴരെയൊക്കെ കേട്ടു. പക്ഷേ അങ്ങനെ ഞാൻ ഇവിടെ ചെന്നിട്ടും മറ്റേ നാട്ടിലെവിടെയാണ് വീട് എവിടെയാണെന്നൊന്നും അങ്ങനെ ചോദിക്കാൻ നിന്നില്ല. അതിനുള്ള നേരമില്ല. നമ്മളിങ്ങനെ ബിസി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോവുകയാണല്ലോ. അങ്ങനെ അന്നും കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഐസിൻ്റെ ഗെയിമല്ല, അവിടെയൊക്കെ പോയി എൻജോയ് ഒക്കെ ചെയ്തു. പിന്നെ ഒരു ഐസ് കേവ് ഉണ്ട് അവിടെ, അത് ഞാൻ മിസ്സായി പോയതിന് കേട്ടോ. അതായിരുന്നു അവിടുത്തെ വേണ്ട ഗ്ലേസിയർ കേവ് അങ്ങനെ എന്തോ പറയട്ടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് ഐസിൻ്റെ ഇതിൽ കൂടെയൊക്കെ നടന്ന് അത് കണ്ടു. അങ്ങനെ മൊത്തം അവിടെ ഒരു ഹാഫ് ഡേയോളം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്നു. തിരിച്ച് ഇതുപോലെ തന്നെ ഇറങ്ങി വരണം. ഈ ഇതൊക്കെ അവരുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ലേ അതിൽ കൂടെ. അങ്ങനെയൊക്കെ വന്ന് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് താഴെ ഇറങ്ങി. അപ്പോൾ അന്നത്തെ എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് ഞാൻ വിചാരിച്ചു മറ്റേ റിവർ റൈൻ ഉണ്ട്, അത് പക്ഷെ സൂറിച്ചിട്ട് അപ്പുറയാണ്, അവിടെ പോകാമെന്നൊക്കെ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ല ദൂരമുണ്ട്. ട്രെയിനിൽ തന്നെ ഫുൾ ഡേ പോവും. പിന്നെ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി താഴെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫസ്റ്റ് ഡേ അല്ലേ, അങ്ങനെ നമ്മൾ ഈ പകുതി മണ്ടത്തരമൊന്നും പറ്റാതിരിക്കാൻ ആലോചിച്ചും പിടിച്ചു വയ്ക്കുക ഓരോന്നോരോന്ന് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ആകെ ഒരു തട്ടിപ്പല്ല, ഒരു റിപ്പ് ഓഫ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ ഈ എങ്കൽബർഗ് സ്റ്റേഷനിൽ ഇറങ്ങി ബാത്റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ €1 ഒരു ഇവിടുത്തെ കറൻസി കൊടുക്കണം മൂത്രം ഒഴിക്കാൻ. പിന്നെ €1 കൊടുത്തിട്ട് മൂത്രം ഒഴിക്കേണ്ട അത്യാവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പം അന്ന് ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ അവിടുത്തെ ഇതിന് മുമ്പ് കയറിയൊരു അമ്മച്ചി ഇതൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പൈസ കൊടുത്തിട്ടാണെന്നൊന്ന് കയറി, അതോ അവർ മുമ്പത്തെ ആളെങ്ങാണ്ട് പൈസ കൊടുത്തിട്ട് കയറി. അപ്പോൾ അവരൊന്നും മിണ്ടിയില്ല, ഇങ്ങനെ വാതിൽ എന്നോട് തുറന്നു പിടിച്ച് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ കയറി. അത് കഴിഞ്ഞ് എൻ്റെ പിന്നാലെ വന്ന ആൾക്ക് ഞാനിതുപോലെ, അതായത് നമ്മളൊരു കറൻസിയിൽ പലരും കാര്യം സാധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് ഭാഷയൊന്നും ഒരു പ്രശ്നമല്ല, ജസ്റ്റ് ഒരു മുഖഭാവം കൊണ്ട് മനസ്സിലാവും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ UK നിന്ന് വന്നപ്പോൾ കുറച്ച് ഒരു £100 ഇവിടുത്തെ കറൻസി മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും അത്യാവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ ആ ഒരു കറൻസി പോലും എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം നമ്മൾ കാർഡിൽ പേ ചെയ്യുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് ആദ്യം വന്ന ചിലവ് ഈ ഇതിൻ്റെ പാസിന് വേണ്ടിയിട്ട്, മൗണ്ട് ഇറ്റ്ലസിൻ്റെ പാസിന് വേണ്ടിയിട്ട് 50 സ്വിസ് കറൻസി കൊടുത്തു, 51 തോന്നുന്നു. അത് ഞാൻ കാർഡ് വഴി പേ ചെയ്തു. അങ്ങനെ മുകളിൽ പോയി തിരിച്ചു വന്ന് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ലുസേണിൽ വന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ. എന്നാൽ പിന്നെ ലുസേണൊന്ന് അവിടുത്തെ സിറ്റി എന്തെങ്കിലും കാണാം എന്നൊക്കെ വെച്ച് അങ്ങനെ ഇരുന്നപ്പോഴേ ലുസേൺ ലേക്ക് എൻ്റെ ഈ സ്വിസ് പാസിൽ പെടുമല്ലോ. അങ്ങനെ അവിടെ ചെന്ന് ആദ്യം കിട്ടിയ ലേക്ക് ഏതാണെന്ന് നോക്കി വന്നപ്പം 3 മണിക്ക് സംതിങ് പറഞ്ഞ് വിടണമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് പിയറുകളുള്ളത്. അപ്പം നമ്പർ 1 പിയർ ബിഗ് ബോട്ടാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറി കുത്തിരുന്നു. ഞാൻ ജസ്റ്റ് ഉദ്ദേശിച്ചത് ഒരു റൗണ്ട് ട്രിപ്പ് അടിച്ചിട്ട് അങ്ങനെ ഇതിൽ കൂടെ പോവാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കയറിയപ്പോൾ അവർ പറഞ്ഞു ഇത് തിരിച്ച് വരത്തില്ല, തിരിച്ച് വേറെ വഴി വരണം. എന്നാൽ ശരി, നമുക്ക് സമയമുണ്ടല്ലോ, തപ്പിയെടുക്കാം. ലൂസേണല്ലേ, ഇവിടെ നിന്ന് വീടെത്താൻ മീൻസ് ഹോട്ടലെത്താൻ ഇത്ര നേരം എടുക്കുകയുള്ളൂ. നമുക്ക് തിക്കും തിരക്കിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ പറയില്ല, റൂമിനകത്ത് പുഴുക്കുവാണ്. പിന്നെ നമ്മൾ സ്വിറ്റ്സർലാൻഡ് കാണാനാണല്ലോ വന്നത്. അങ്ങനെ ഞാൻ അതിൽ പോയി, അത് ബൈ ആക്സിഡൻ്റൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ പോലെ. പക്ഷെ നന്നായി വന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അത് മൗണ്ട് റിജിയുടെ അവിടേക്ക് പോണ ഒരു ഇതായിരുന്നു. അപ്പം സ്റ്റേഷൻ്റെ പേര് ഞാനിപ്പോൾ ആലോചിക്കുന്നത് കേട്ടോ, മറന്നുപോയി. എനിക്ക് തോന്നുന്നു അത് എൻ്റെ കമ്മിങ് വീഡിയോസിൽ എവിടെയോ പറഞ്ഞുകൊണ്ട് തോന്നുന്നു. അവിടെയാണ് പോയി ഇറങ്ങിയത്. എന്നിട്ട് അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ മൗണ്ട് റിജി അപ്പിലോട്ട് പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട്. അതിനകത്തും നമ്മുടെ പാസ് ഉപയോഗിച്ച് ഫ്രീ ആണല്ലോ. അപ്പോൾ അതിനകത്ത് നേരെ കയറി കുത്തിരുന്നു. മോൾ വരെ പോയി അവിടെ 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ എനിക്ക് തോന്നി 5 മണിക്കായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അധികം നേരെ കറിക്കാൻ, ഞാൻ ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു 1 അവർ, പിന്നെ കയറാനൊരു അരമണിക്കൂർ. അപ്പോൾ ഈ രാത്രിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈവനിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചില്ലെങ്കിലെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് ഇങ്ങോട്ട് പോകും. പക്ഷേ നല്ല മൗണ്ടനായിരുന്നു കേട്ടോ. രാവിലെ മൗണ്ട് ടിറ്റ്ലസ് ആണ് രാവിലെ പോയത്. അതൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇത് വേറൊരു എക്സ്പീരിയൻസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ കാഴ്ചയൊക്കെ ആയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി ഇവിടെ തന്നെ വന്ന് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയാണ് വന്നത്, ഞാൻ തിരിച്ച് അവിടെ നിന്ന് പിന്നെ ഒരു ബോട്ടല്ല പിടിച്ചത്, ബോട്ട് പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതോ ബോട്ട് തന്നെയാണ് പിടിച്ചത്. കാരണം വേറെ വഴിയില്ലായിരുന്നു. വേറെന്തോ ഒരു സ്ഥലത്ത്, കാരണം ആ മോളിൽ നിന്ന് 2 സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ഇപ്പുറത്തെ സ്ഥലത്തെത്തി എനിക്ക് ലുസേണിലേക്ക് നേരെ ട്രെയിൻ കണ്ടുണ്ടായിരുന്നു. പക്ഷേ എന്തിനാ ആർച്ച് സംതിങ് ആയിരുന്നു അവിടെ. അപ്പോൾ അവിടേക്ക് 1 മണിക്കൂർ എൻ്റെ ട്രെയിൻ എന്ന് പറഞ്ഞപ്പം അതിനൊരു അബദ്ധം പറ്റിയെന്ന് ഞാൻ വിചാരിച്ചേ. കാരണം ഞാൻ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് 8:45 ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ
ബസ് ടൈം നോക്കിയപ്പോഴാണ് മണിക്കൂറിലൊരു ബസ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ 280 ബസ് 9:43 എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് അവിടെ ഇതിൻ്റെ മുമ്പിലിരുന്നിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ബസ് ഇതിൽ കൂടെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് മൈ ഗോഡ്, എൻ്റെ കണ്ണാടി ഞാൻ അവിടെ വെച്ച് മറന്നു വെച്ചാൽ. കണ്ണാടി കിട്ടി. ഞാൻ ആ ബെഞ്ചിലുണ്ടല്ലോ വർത്താനം പറയുമ്പോൾ ഒരു ഗ്ലാമർ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് കണ്ണാടി ഒരു സൈഡിൽ വെച്ചതാണ്. ബസ് കണ്ടപ്പോഴേക്കും ഞാൻ ഓടി. ബസ് ആക്ച്വലി അപ്പുറ സൈഡിലേക്ക് പോകുന്ന ബസ്സാണ്. അത് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബസ് സ്റ്റോപ്പിലാണ് വന്നു നിന്നത്. പക്ഷെ ഒരു സെക്കൻഡ് നമ്മളെ പെട്ടെന്ന് ബസ് വന്നു പോയി എന്ന് തെറ്റിദ്ധരിച്ചു. എൻ്റെ ബസ് ഇനി അരമണിക്കൂർ കൂടി ഉണ്ട്, എനിക്ക് സമയമുണ്ട്. ഇനി കണ്ണാടി വിടട്ടെ. നല്ല വെയിൽ. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്? ഫസ്റ്റ് ഡേ നമ്മളപ്പം മൗണ്ട് ടിറ്റ്ലസിൽ പോയി തിരിച്ചു വന്ന്, എന്നിട്ട് ഞാനിങ്ങനെ ആക്സിഡൻ്റലി കയറിയത് ഈ ബോട്ടിലായിരുന്നു. ബോട്ടിൽ കയറി ഞാൻ മൗണ്ട് റിജിയിലൂടെ അങ്ങനെ മുകളിൽ വരെ പോയി. അപ്പോൾ കൊള്ളാലോ എന്നൊക്കെ വിചാരിച്ച് എൻജോയ് ചെയ്ത് പിന്നെ ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ സോറി, ഞാൻ എൻ്റെ സൺഗ്ലാസ്സാണ് തപ്പുന്നത്. നല്ല വെയിൽ. ശരിക്കും പറഞ്ഞൊരു 2-3 മൈലില്ല ഇവിടെ ഇരുന്നു. പക്ഷെ എന്ത് പറയാനാ, നമ്മുടെ കയ്യിൽ വാഹനം ഇല്ലെങ്കിൽ പക്ഷെ എനിക്ക് തിക്കുംതരം കിട്ടു പോയിട്ടൊരു അത്യാവശ്യമില്ല. ദാറ്റ് ഈസ് മൈ മെയിൻ തിങ്. കാരണം 3 മണിക്കാണ് എൻ്റെ മറ്റേ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ സ്ലോ മോഷനിൽ പോയാലും ഇവിടെ നിന്ന് 9 മണിക്ക് ചെക്കൗട്ടും ചെയ്യണം. ചെക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ റൂമിനകത്തിരുന്നൊന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഈ പെട്ടി ഉള്ളതുകൊണ്ടേ നമുക്ക് പെട്ടി എവിടെയെങ്കിലും സൂക്ഷിക്കാൻ വെച്ചിട്ട് പിന്നെ അങ്ങനെ കറങ്ങുന്ന അതിന് മാത്രം. ഇനിയിപ്പോൾ ഈ ഏരിയയിൽ ഞാൻ ഒരുവിധമൊക്കെ കണ്ട്, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പം ഒരീച്ച ബ്ലഡി ഫുൾ ഈച്ച. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് താഴെ വയ്ക്കട്ടെ. യെസ് മൈ ഡിയേഴ്സ്. അങ്ങനെ എന്നിട്ട് എന്നിട്ട് ഞാൻ വൈകുന്നേരം നേരെ ഈ റിജി ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ലുസേണി വന്നു. ലുസേണി വന്നിട്ട് ഞാൻ കുറച്ച് നേരം അതിൻ്റെ ഇടയിൽ ഞാൻ പോയപ്പോൾ എനിക്ക് ഇംഗൽബർഗിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ ഫ്രീ ടൈം ഉണ്ട്, 3/4 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ ലുസേണിന്ന് പുറത്തിറങ്ങിയിട്ട് മറ്റേ ഇതൊക്കെ കണ്ട്, അവിടെ ഒരു വുഡൻ ബ്രിഡ്ജ് ഉണ്ടായിരുന്നേ. അപ്പം അതിന് മുമ്പ് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു ചെറിയ റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വന്നായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നപ്പോഴും എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മറ്റേ ഇവിടെ പോയിട്ട്, അതായത് സമയം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോട്ട് പിടിച്ച് അവിടെ പോയി മൗണ്ട് റിജിയുടെ മുകളിൽ പോയി അപ്പിൽ പോയി അവിടെ ഒരു 5-10 മിനിറ്റ് നിന്ന് തിരിച്ചിവിടെ വന്ന് വീണ്ടും ബോട്ട് പിടിച്ച് ലുസേണിലെത്തി ഒക്കെ വരുമ്പോഴേക്കും സമയമാവും. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ അപ്പം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ മേടിക്കാമെന്ന് വെച്ചിട്ട് നമ്മുടെ ഇതില്ലേ സൂപ്പർ മാർക്കറ്റ് പോലത്തില്ലേ, അവിടെ ഈ സാൻഡ്വിച്ചസും ജ്യൂസും അങ്ങനത്തെയൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ട് കോപ്പിൽ പോയിട്ട്, അതായത് സ്റ്റേഷനുള്ളിൽ തന്നെ കോപ്പ് ഉണ്ടായിരുന്നു, അവിടെ പോയി ഞാൻ ഒരു റാപ്പ് സാൻഡ്വിച്ച് അതൊക്കെ മേടിച്ച് ഞാൻ ആക്ച്വലി ലുസേണിലേക്ക് വരാനുള്ള ബാറിലോട്ട് വരാനുള്ള ട്രെയിനൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 35-നായിരുന്നു. ഇങ്ങനെ നടക്കുമ്പോൾ ബാറിൽ കൊണ്ട ട്രെയിൻ കണ്ടു. അത് ചാടിക്കയറി അതിനകത്ത് കയറി. അത് ആക്ച്വലി സ്ലോ ട്രെയിൻ ആയിരുന്നു. അത് ആടിപ്പാടി ഇവിടെ എത്തുന്നതിന് മുമ്പ് എൻ്റെ 35-ൻ്റെ ട്രെയിൻ, അതായത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ട്രെയിൻ ഇവിടെ എത്തും. പ്രോബ്ലം ഈസ് എൻ്റെ ഈ 280 ബസ് അപ്പിക്ക് വിട്ടു. അപ്പം ഞാൻ അവിടെ വന്നിട്ട് ഈ ബാർ സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ ഒരു 3/4 മണിക്കൂർ വെറുതെ ഇവിടെ കറങ്ങി നടക്കേണ്ടി വന്നു. അപ്പം അതാണ് പറയുന്നത്, നമ്മളെപ്പോഴും ക്യുക്കസ്റ്റ് ട്രെയിൻ നോക്കിയിട്ട് വേണം ഓടിച്ചാടി കയറാൻ. പ്രത്യേകിച്ച് നമുക്ക് നെക്സ്റ്റ് ഒരു കണക്ഷനും കൂടി പ്ലാൻ ഉണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ വേറെ തിക്കും തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ അവിടെ കുത്തിരുന്ന മേടിച്ചപ്പോൾ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു, യോഗട്ട് മേടിച്ചിട്ടായിരുന്നു, അത് കഴിച്ചു. അങ്ങനെ ഇന്നുണ്ടല്ലോ ഞങ്ങളുടെ ഹോട്ടലിൽ എന്തോ ഒരു ഫെസ്റ്റിവൽ, അതായത് സ്വിറ്റ്സർലാൻഡിൽ 500 വർഷം മുമ്പാണ് എങ്ങാണ്ടും ഏതാണ്ട് ഒരു യുദ്ധം ഉണ്ടായിരുന്നു. എന്നാൽ അവർ യുദ്ധം ചെയ്തില്ല, അതിന് പകരം എന്തോ ഒരു കോംപ്രമൈസ് ആക്കി. എന്നിട്ട് ഇപ്പം അതിൻ്റെ ഒരു സെലിബ്രേഷൻ ഓഫ് ഹാർമണി. ഇത് ആക്ച്വലി ഒരു പ്രൊട്ടസ്റ്റൻറ്റുകാരുടെ സെമിനാരി ആയിരുന്നു അത്ര. അത് കൺവേർട്ട്, അതാണ് ഈ പിക്ചേഴ്സിനൊക്കെ ഉണ്ടല്ലോ, നമ്മൾക്ക് കണ്ടുപരിചയമുള്ളൊരു പിക്ചേഴ്സ് അല്ല, ഈ ദൈവത്തിൻ്റെയൊക്കെ തന്നെയാണ്, പക്ഷേ ഒരു വേറൊരു ഇതാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇനിയിപ്പം നമുക്ക് കാത്തലിക്കല്ലേ മെയിനായിട്ട് അറിയുള്ളൂ, അപ്പോൾ അതല്ല, പിന്നെ ഇനി വേറെ എന്തുവാണ് ആംഗ്ലിക്കൽ ഇംഗ്ലണ്ടിലല്ലേ, എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ മൊത്തം സാധാരണ എല്ലാം ഈ കാത്തലിക് ആണത്രേ. പക്ഷേ ഇതെന്തോ പ്രൊട്ടസ്റ്റൻ്റിൻ്റെ ആണ്, വിച്ച് ഈസ് വെരി അൺയൂഷ്വൽ എന്നൊക്കെയാണ്
ഒരു ലേഡീനെ ഞാനിവിടെ വെച്ചിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടായിരുന്നേ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞത് അവരിവിടെ എന്തോ ടീച്ചിങ്ങിനോ കോഴ്സിനോ അങ്ങനെ എന്തോ വന്നേക്കാം, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനത് പറഞ്ഞു വന്നത് ഫസ്റ്റ് ഡേ. അങ്ങനെ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് സാൻഡ്വിച്ചൊക്കെ കഴിച്ചപ്പോഴേക്കും പതുക്കെ എൻ്റെ ബസ് വന്ന് 9:05 കണ്ടായിരുന്നു, 9 അന്ന് ബസ് വൈകുന്നേരം. അങ്ങനെ അത് കയറി ഇവിടെ വന്ന് ഇറങ്ങി 9:15 ഇവിടെ എത്തി. പിന്നെ എന്തുവാ കുളിച്ച് റെഡിയായി മറ്റേ കിടക്കുക, എന്തെങ്കിലും വായിക്കുക, അങ്ങനെയൊക്കെ വീട്ടിലേക്കൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചു, വിളിച്ച് സംസാരിക്കുക. അപ്പോഴേക്കും അവിടെ അവരും തിരക്കൊക്കെ അല്ലേ, സ്കൂളും ഇതൊക്കെ കഴിഞ്ഞ് അവരൊന്ന് വൈൻഡപ്പ് ചെയ്യണ സമയമാണ്. എന്നെ വിളിച്ച് വർത്താനം പറഞ്ഞ് ഒത്തിരിക്കാനൊന്ന് വൈകുന്നേരമായ എല്ലാവരും ടയർഡായിരിക്കും. എന്തോ അതിന് ചെന്നിട്ട് വിശേഷമൊക്കെ ഒന്നിച്ച് പറയാലോ എന്നുള്ള ഒരു ഇതിലായിരിക്കും. ഇടയ്ക്ക് വിളിക്കണ്ടായിരുന്നു, അങ്ങനെ മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അങ്ങനെ വീക്ക് ഡേ ഒന്നും അങ്ങനെ ഇരുന്ന് വർത്താനം പറയാനൊന്നും ആരോഗ്യം അങ്ങനെ ഒരു ശീലവും ഇല്ല. അത് കഴിഞ്ഞ് പിന്നെന്തുണ്ടായി, അങ്ങനെ എനിക്കൊക്കെ കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലത്തെ ഒരു ചെറിയ പ്ലാനൊക്കെ മനസ്സിലിട്ടു. അപ്പം ഞാൻ എന്തായാലും ഞാൻ അന്ന് പോകാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ മൗണ്ട് പിലാറ്റസും മൗണ്ട് ടിറ്റ്ലസും ആയിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാൻ അനുസരിച്ച്. റിജി ആക്സിഡൻറ്റിൽ കയറി വന്നതാണല്ലോ. അപ്പം ഞാൻ പിന്നെ തലേദിവസം ടിറ്റ്ലസ് പോയതുകൊണ്ട് പിറ്റേ ദിവസം പിലാറ്റസ് ആദ്യം കവർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ പോയി. പിലാറ്റസ് ഇതുപോലെ തന്നെ ഇവിടെ വന്നിട്ട്, അതായത് ലിസേണി വന്നിട്ട് എവിടേക്കുള്ള ട്രെയിനാണ് പിടിച്ചത്, ഏതോ ഒരു സ്ഥലത്തേക്കുള്ള ട്രെയിനായിരുന്നല്ലോ, ഒരു പേര് മറന്നു കേട്ടോ. അത് ലിസേൺ ടു മൗണ്ട് പിലാറ്റസ് എന്ന് ChatGPT നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ എവിടെയെങ്കിലും കാണുമായിരിക്കും കേട്ടോ. അത് അവിടെ പോയിട്ട് അവിടെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ഈ മറ്റേ കേബിൾ കാർ പോലെ എടുക്കേണ്ട സെറ്റപ്പ്. കോഗ്വീൽ റെയിൽവേ എന്നാണ് അതിനെ പറയുന്നത്. അത് ഭയങ്കര പോപ്പുലറാണ്. ലൈക്ക് വേൾഡിലെ ഏറ്റവും ഡീപ്പസ്റ്റ് കോഗ്വീൽ റെയിൽവേ ആണ് അത്ര. നല്ല അങ്ങനെ പൊക്കത്തിൽ അങ്ങനെ പോവും. അത് മൗണ്ട് പിലാറ്റസും ഒരു വേറെ പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഭംഗിയുള്ള ലേക്കും ഇതൊക്കെ ആയിട്ട് അങ്ങനെ മോള് വരെ പോയി. എന്നിട്ട് 2 സ്പോട്ടിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ ഏറ്റവും മുകളിൽ പോയിട്ട് ഈ മല കയറാനും ഒക്കെ ഓപ്ഷനൊക്കെ ഉണ്ട്. മല കയറി ഒരു കേവ് വഴിയൊക്കെ തിരിച്ചു വന്ന് അങ്ങനെയൊക്കെ ആയിട്ട് അതൊരു വേറൊരു, അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയോ റോഹൻ ആരും ഉണ്ടായിരുന്നെങ്കിൽ അവർ എൻജോയ് ചെയ്താനേലോ ഒന്ന്. അത് കഴിഞ്ഞ് അവിടെയൊക്കെ റൗണ്ടൊക്കെ അടിച്ച്. പക്ഷേ ഈ പറഞ്ഞാൽ വെയിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സെയിം ടൈം ഇതേ സാധനം തണുപ്പോ മഴയോ കാറ്റോ ഒക്കെ ആണെങ്കിൽ ഞാൻ വഴിക്കില്ലായിരുന്നു. വെയിൽ ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചോളാം. അതും കഴിഞ്ഞ് ഞാൻ തിരിച്ചിവിടെ വന്നു. തിരിച്ച് ഞാൻ വിചാരിച്ചേക്കാളും ഒത്തിരി നേരത്തെ പരിപാടിയൊക്കെ തീർന്നെത്തി. എന്നാൽ വിചാരിച്ച് റിവർ റൈൻ കാണാൻ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി. അവിടെ ഈ ലുസേണിൽ നിന്ന് ട്രെയിൻ പിടിച്ച് അവിടെ പോയി. അത് ഒരു ഡയറക്റ്റ് ട്രെയിൻ കിട്ടിയായിരുന്നു. പേരും മറന്നു പോയിട്ടോ. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ നഫൂസാനോ അങ്ങനെ എന്തോ ആണ്, ഫുസാൻ. അത് സൂറിച്ച് കഴിഞ്ഞിട്ട് പോകണം നമ്മളെ. അതായത് ലുസേണിൽ നിന്ന് സൂറിച്ച് പോയി. ലുസേണിൽ നിന്ന് ഞാൻ സൂറിച്ചിലോട്ടാണ് പോയത്. സൂറിച്ചിൽ നിന്നാണ് ഈ ട്രെയിൻ പിടിച്ചത്. അങ്ങനെ 2 ട്രെയിൻ പിടിക്കണമായിരുന്നു. അങ്ങനെ പോയി അവിടെ റിവർ റൈനിൻ്റെ അവിടെ സാധാരണ ഇന്ത്യക്കാരൊക്കെ വരുമ്പം, ഇന്ത്യക്കാരല്ല ടൂർ പാക്കേജുകാരൊക്കെ ഇവിടെ നിന്നാണേലും ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഒക്കെ ആദ്യം വരുന്നൊരു സ്ഥലമാണ്. കാരണം സൂറിച്ച് എയർപോർട്ടിൽ നിന്ന് ആ വഴി പോകാൻ ഏറ്റവും എളുപ്പമുള്ളൊരു സ്ഥലമാണ്. പിന്നെ വന്ന ദിവസം വേറൊരു കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മൗണ്ടനൊക്കെ കണ്ടിട്ട് ഒരു വേറൊരു സീനായിരുന്നല്ലോ. അങ്ങനെ അതും എൻജോയ് ചെയ്ത് പിന്നെ തിരിച്ച് സൂറിച്ച് വന്നു. സൂറിച്ചിൽ ട്രെയിൻ പിടിച്ച് വന്ന് സൂറിച്ചിലേക്ക് കൊണ്ട് 1 hour ആയിട്ട് എടുക്കും മൊത്തം. അപ്പം ഈ റിവർ റൈൻ്റെ അവിടുത്തെ സ്റ്റേഷനിലെ ഞാൻ റൈൻ്റെ അവിടെ ചുറ്റും കുറേ നടന്ന് കണ്ടു. ഒരു 1.5 മണിക്കൂർ നടന്നു. നല്ല വെയിലത്ത് കിടക്കുമ്പോൾ നമുക്കൊരു ടയർഡ്. പിന്നെ ട്രെയിനിലിരുന്നിട്ട് ഞാനൊന്ന് വിശ്രമിക്കുന്നത്. അപ്പോൾ ഈ 1 hour ട്രെയിനിലിരുന്ന് വിശ്രമിച്ച് സൂറിച്ച് വന്നിറങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു സൂറിച്ചിലെത്തിയാൽ പിന്നെ എനിക്ക് ബാറിലെത്താൻ, കാരണം സൂറിച്ചിൽ നിന്ന് ബാറിലോട്ട് ഭയങ്കര എളുപ്പമാണ്. ഞാൻ അതൊക്കെ കൂടെ നോക്കിയിട്ടാണ് ഈ ബാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മറ്റേ ഇതെടുത്തത് ഹോട്ടലിൽ. വന്ന ദിവസം പെട്ടി പ്രമാണം കൊണ്ട് നമുക്ക് ഒത്തിരി മെനക്കെടാൻ വയ്യായിരുന്നു. അപ്പം ഈവൻ ലുസേണിൻ്റെ അടുത്തിരിക്കുകയാണെങ്കിലും ലുസേൺ സ്റ്റേഷൻ്റെ തൊട്ടടുത്തൊന്നും കിട്ടാൻ പോകില്ല. അവിടെ നിന്നും ബസ്സും ഇതൊക്കെ പിടിക്കണം. അപ്പം പിന്നെ എന്തായാലും ഒരു ബസ് പിടിക്കണം. അപ്പം പിന്നെ ആ ബസ് ഇവിടെ നിന്ന് ആയിക്കോട്ടെ എന്നുള്ളൊരിതിലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ നിന്ന് സൂറിച്ച് പുറത്തിറങ്ങി. ഞാനപ്പം വിചാരിച്ചു മര്യാദയ്ക്കൊരു ഭക്ഷണം ഈ സ്വിറ്റ്സർലൻഡിൽ വന്ന് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഇങ്ങനെ നല്ലൊരു റെസ്റ്റോറൻറ്റ്, നല്ലൊരു ഫുഡ്, അത് മെമ്മറിയിലിരിക്കുന്ന ഒരു ഫുഡ് കിട്ടണത്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നു ChatGPT. ഞാനത് സെർച്ച് ചെയ്തപ്പോൾ ഒരു 13 മിനിറ്റ് അവേ ആയിരുന്നു. അപ്പോൾ അത് നടക്കാൻ വേണ്ടി ഇങ്ങനെ ആലിക്കോടെയൊക്കെ നടന്ന് ആ ഫുഡ് കഴിച്ച്
തിരിച്ചിവിടെ നടന്നിട്ട് പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങേണ്ട ഒരു സ്ഥലം നോക്കി. അങ്ങനെ മറ്റേ ഇതില്ലേ, സ്റ്റോർ ബ്രോട്ട് അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കണോടത്തുനിന്നില്ലേ, അവിടെ നിന്ന് ചോക്ലേറ്റും മേടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. നല്ല കത്തിയായിരുന്നു, എങ്കിലും പോട്ടെ, വൺസിൻ്റെ ഇതല്ലേ. അങ്ങനെ അതും മേടിച്ചിട്ട് പിന്നെ ഞാൻ നേരെ നമ്മുടെ ഇവിടേക്കുള്ള ട്രെയിൻ പിടിച്ചു. ഇത് ലുസേണിന്ന് ബാറിലോട്ട്, സൂറിച്ചിന്ന് ബാറിലോട്ടുള്ളത്. അത് ക്വിക്കറാണ് കമ്പയർഡ് ടു ലുസേണി പോകുന്നതിനെക്കാട്ടിലും. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഡൗട്ടായി ബസ് മിസ്സാവുമോയെന്ന്. പക്ഷെ കറക്റ്റ് 1 മിനിറ്റിൽ ബസ് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 10:15 ബസ് കാത്തിരിക്കണേ. അപ്പോൾ 1 മണിക്കൂർ അവിടെ വെറുതെ പോസ്റ്റ് ആവില്ലേ. അപ്പോൾ അതും കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഇറങ്ങി നേരെ ഹോട്ടലിലോട്ട് പോയി കഴിഞ്ഞ് ഇതുപോലെ കുളിച്ച് റെഡിയായി, ഇച്ചിരി വെള്ളം താഴെ പോയി പിടിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ റൂമിൽ കയറുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ ഈ കീ ഒക്കെ ഉണ്ടല്ലോ കയ്യിൽ റെഡിയാക്കി വെക്കണം. കാരണം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു കീ തപ്പൽ, അങ്ങനെ പുറത്തൊരു സീൻ ഉണ്ടാക്കരുത്. ഇങ്ങനെ അതായത് ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴുള്ളൊരു ടിപ്പ് പറഞ്ഞു തരിക. കാരണം നമ്മൾ അപ്പോൾ പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുകയോ, മറ്റേത് നമ്മൾ വരുന്നു പോകുന്ന ആരും ശ്രദ്ധിക്കുന്നില്ല, നോ വൺ കേസ്. പക്ഷെ ഒരു ദിവസം ഞാനിങ്ങനെ കീ ഇങ്ങനെ ബാഗിൻ്റെ ഉള്ളിൽ ഒരു ബാഗൊക്കെ വെച്ചിട്ടാണല്ലോ കീ ഒക്കെ കളഞ്ഞു കൊണ്ടെന്ന് ഓർത്തിട്ട്. അന്നേരം എൻ്റെ ഇപ്പുറത്തെ റൂമിൽ ഒരാളിങ്ങനെ ജസ്റ്റ് എന്നെ ഇങ്ങനെ തപ്പണ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയതാന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയായോ, അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കരുത്. നമ്മളെപ്പോഴും നെവർ കെയർ ആ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളെ ഒന്നും ശ്രദ്ധിക്കത്തൊന്നുമില്ല. ദാറ്റ് ഈസ് വൺ ടിപ്പ്. പിന്നെ ഇന്നലെ ഒരു മണ്ടത്തരം പറ്റിയിട്ടോ. ഇന്നലെ ഞാൻ പറയുമ്പോൾ എൻ്റെ മണ്ടത്തരങ്ങളോട് പറയണമല്ലോ. ഞാൻ വെള്ളം സാധാരണ ഇവിടെ ഫ്രീ വാട്ടർ എല്ലായിടത്തുനിന്നും ടാപ്സൊക്കെ ഇടുക. അത് പിടിക്കണമെന്ന് ഓർത്ത് ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കാര്യം 2 പ്രാവശ്യം വെള്ളമൊക്കെ ചോദിച്ച് മേടിച്ച് കുടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ ഞാൻ വെച്ചാൽ ഇവിടെ വന്നിട്ട് ഹോട്ടലിൻ്റെ അവിടെ റിസപ്ഷനിൽ നിന്ന് മേടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ വലിയ ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. എന്തോ ഞാൻ പറഞ്ഞില്ല, ഒരു ഫെസ്റ്റിവൽ ഉണ്ടെന്ന്, അതിൻ്റെ ഒരു സെറ്റപ്പായിട്ട്. അപ്പം അവരുടെ കാറ്ററിങ് എന്തോ ഇവരാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവരങ്ങനെ നേരത്തെ പ്രീ ബുക്ക് ചെയ്ത് അങ്ങോട്ട് കാറ്ററിങ് കൊടുക്കണം. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതാ പാർട്ടിയുടെ കാറ്ററിംഗ് ആണ്, മറ്റേതൊന്നുമില്ല. വെള്ളം നിങ്ങൾ ഇവിടെ ഒരു ഇതുണ്ട്, എന്താ പറയുക, കഫേ ഉണ്ട്, അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു. കഫേ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പെണ്ണുമ്പിള്ള എന്നോട്, നിങ്ങൾക്ക് ഹോട്ടലിലത്തെ വെള്ളമൊക്കെ ഫ്രീ ആണ്, പക്ഷേ ഇവിടെ കഫേയിൽ വന്ന് വെള്ളം മേടിച്ച് ഒരു പേമി മണി എന്നൊക്കെ പറഞ്ഞ്, സാധാരണ വെള്ളം ഇവിടുന്ന് ചായ ഒന്നും മേടിക്കാത്തതുകൊണ്ടാവുമായിരിക്കും, പക്ഷേ ഞാനാണ് വെള്ളം എന്തായാലും കാശ് കൊടുത്ത് മേടിക്കില്ല ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരി ഫൈൻ. അപ്പോൾ ഞാൻ ഇവിടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊരു ഇങ്ങനെ ഫൗണ്ടൻ പോലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് കുടിച്ചാൽ നല്ലതാണോ എന്ന് വിചാരിച്ച് ചോദിച്ചത്. എന്നാൽ പിന്നെ പോയി പണിയോക്കടി എന്നും പറഞ്ഞ് ഞാൻ മുകളിൽ വന്ന് എനിക്ക് ദാഹിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഈ ഫൗണ്ടനിൽ നിന്ന് വെള്ളം പിടിക്കാമെന്ന് വെച്ചാൽ താഴോട്ട് വന്ന് വെള്ളം പിടിച്ച് മുകളിൽ കയറിപ്പിക്കും. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മീൻസ് റൂമിൻ്റെ വിങ് വേറൊരു വിങ്ങാണ്, മെയിൻ റിസപ്ഷൻ്റെ വിങ് അല്ല. അപ്പം അതിൻ്റെ രാത്രി ആയില്ലേ, ഡോറ് ലോക്ക്ഡായി പോയി. പക്ഷേ എൻ്റെ റൂം കീ ഉണ്ടായിരുന്നു, പക്ഷേ ഫോണേ എടുത്തില്ല. ഞാൻ വെള്ളം പിടിക്കാനല്ല താഴെ വന്നേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പിക്കും തിരിച്ച് കയറാൻ എനിക്ക് പറ്റുന്നില്ല. അതൊരു കീ ഫോപ്പ് വെച്ചിട്ട് കയറാൻ പറ്റുമായിരുന്നു, അതെനിക്ക് അറിയണ്ടായില്ല, ഇപ്പുറത്തെ ഡോർ വഴി. അത് കഴിഞ്ഞ് അപ്പോൾ അവിടെ വർക്ക് ചെയ്യണ ഒരു ലേഡി ഉണ്ടായിരുന്നു. അവർ രണ്ടു പറഞ്ഞ റിസപ്ഷൻ്റെ ആ ബിൽഡിങ്ങില്ലേ അതിനകത്ത് വന്നിട്ട് താഴേക്കൊരു കോണിയുണ്ടേ. അപ്പോൾ അതിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടണൽ പോലെ ഉണ്ട്, നിങ്ങളുടെ ആ ബിൽഡിങ്ങിലോട്ട് എത്തും എന്ന് പറഞ്ഞ്. അപ്പം ഈ രാത്രി ആയപ്പോൾ ഇവിടെ എല്ലാം പെട്ടെന്ന് എൻവയോൺമെൻറ്റ് അങ്ങോട്ട് മാറി. എൻ്റെ കയ്യിലാണെങ്കിൽ ഫോണും ഇല്ല. ഞാൻ എന്നിട്ട് ഈ ഇത് പിടിക്കാൻ വേണ്ടി താഴെ അവർ പറഞ്ഞ് കേട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ കാര്യമില്ല. എൻ്റെ ഉള്ളിലാകെ ഒരു വിജിലിമ്പിച്ച പോലത്തെ ഒരു ടണലും ഒക്കെ വരും. എനിക്ക് അതിൽ കൂടെ പോയി എവിടെ എത്തും എന്താ എനിക്കാകാം. ഞാനപ്പം വേഗം മുകളിലോട്ട് കയറി പുറത്തിറങ്ങാൻ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് വഴിയുന്നു. ഈ റിസപ്ഷൻ്റെ അവിടുത്തെ ആ ഡോറ് ഒരിക്കൽ അടഞ്ഞാൽ പിന്നെ തുറക്കാൻ പറ്റില്ല, പക്ഷെ അകത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും. അപ്പോൾ ഞാനതിങ്ങനെ തുറന്ന് വെച്ചുകൊണ്ട് ഹലോ എന്നിങ്ങനെ വിളിക്കുക. കാരണം തുറന്ന് എനിക്കറിയാം പുറത്തിറങ്ങാൻ പറ്റുമെന്ന്, പക്ഷേ പുറത്തിറങ്ങിയിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് എൻ്റെ ബിൽഡിങ്ങിൽ കയറാൻ പറ്റാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പം എനിക്ക് നേരത്തെ വെള്ളം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ചേച്ചിയില്ലേ, ആ ഒരു പെണ്ണുമ്പിള്ള, അവരെ ഞാൻ ചീത്ത വിളിച്ചിട്ട് പോയത്. പക്ഷെ അവരിങ്ങനെ അവരുടെ പണി കഴിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവർ പെട്ടെന്ന് ഞാൻ ആ ബിൽഡിങ്ങിൽ കിടക്കുമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ താഴെ പോയാൽ ഇല്ല താഴെ അല്ല ഇതിൽ കൂടെ പോയിട്ട് നിൻ്റെ ഈ കീ വെച്ചിട്ട് ഇവിടെ കയറാൻ പറ്റുമെന്നും പറഞ്ഞ് അവരാണ് എനിക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ പിന്നെ ഞാൻ അവർ വെള്ളം തരാത്തത് അങ്ങോട്ട് ക്ഷമിച്ചു. പക്ഷേ അത് അനദർ പോയിൻ്റാണ്. നമ്മൾ 1 മിനിറ്റ് ആണെങ്കിലും പുറത്തോട്ട് ഇറങ്ങുമ്പം, പ്രത്യേകിച്ച് നമ്മൾ കാരണം നമ്മൾ അന്വേഷിച്ച് ആരും വരാനില്ലല്ലോ ഇവിടെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഫോണ് കൊണ്ടുപോകണം. ഓക്കെ, അത് അനദർ ടിപ്പ്. അത് കഴിഞ്ഞിട്ട് അത് വലിയ സീനൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് പെട്ടെന്നൊരു സെക്കൻഡ് എല്ലാവരും ഈ രാത്രി 10:15 ഒക്കെ ആയില്ല അപ്പോഴത്തേനും. അപ്പോൾ എല്ലാവരും കാരണം താഴെയൊക്കെ ആൾക്കാർ അവിടെ കുത്തുന്നത് ഭയങ്കര വർത്താനം പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടേക്കൊക്കെയോ. അതായത് കോമൺ കുറേ ഇങ്ങനെ നടുമുറ്റം പോലത്തെ ഏരിയാസൊക്കെ ഉണ്ട്. ഇത് വലിയൊരു കോമ്പൗണ്ടിനകത്ത് അങ്ങനെ നമുക്ക് ഈ ലുസേണിലൊന്നും പോയി ഇത് കൂട്ടൊരു ഇത് കിട്ടത്തില്ല,
ഇതിപ്പോൾ ഇത്രയും കണ്ടോ, ഇത്രയും വേക്കൻ്റ് ആയിട്ട് അങ്ങനെ. ഇതിപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലിരിക്കും എങ്കിലും ഞാൻ പറയും അത്രയും സ്പേഷ്യസ് ഒന്നല്ലായിരിക്കും, ഇങ്ങനെ തിക്കായിരിക്കും. ചിലപ്പോൾ അവിടെയൊക്കെ റൂം എടുത്താലും ഇതുപോലെ AC ഉണ്ടാവില്ല, ഫാൻ ഉണ്ടാവില്ല, ബഹളമൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പിന്നെ നമുക്ക് 6 ദിവസം ഉണ്ടല്ലോ, അങ്ങനെ തിക്കും തിരക്കിട്ടിട്ട് ഒരു ദിവസം 2 ദിവസം കണ്ട് പോകേണ്ട ഇതൊന്നും അല്ലല്ലോ. നമുക്ക് സമയമെടുത്ത് അവകാശം. ഇന്നിപ്പോൾ ഞാൻ വലിയ പ്ലാനൊന്നുമില്ല, ആകെ ഒരു പ്ലാനുള്ളത് ഇവിടെ നിന്ന് അടുത്ത ഹോട്ടലിലോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം എന്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ അതും കഴിഞ്ഞ് അപ്പോൾ ഇന്നലത്തെ രാത്രിത്തെ ഇടപാട് അതായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഇടയിൽ ഫസ്റ്റ് ഡേ ഞാനിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പം ഒരു ലേഡീനെ ഇവിടെ ഇങ്ങനെ പരിചയപ്പെട്ടായിരുന്നു. അവരിവിടെ ഒരു ട്യൂട്ടർ ഇങ്ങനെ വന്നാൽ കണ്ടപ്പോൾ തന്നെ, അപ്പോൾ എനിക്ക് ഇംഗ്ലണ്ടിൽ നിന്നാണെന്ന് തോന്നി. പക്ഷേ ഇംഗ്ലണ്ടിൽ അവർ കുറേ കാലം ഉണ്ടായിരുന്നു, എന്നിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് സെറ്റിൽഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നിങ്ങനെ കുറച്ചുകൂടി വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അവരിങ്ങനെ ഇവിടെ 2-3 മാസത്തിൽ ഒരാഴ്ചയൊക്കെ ഇവിടെ വരും, താമസിക്കും, എന്നിട്ട് ഒരാഴ്ച ട്രെയിനിങ് ചെയ്യും. എന്തോ ഈ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് സംതിങ് ഒക്കെയാണ്. ഫിസിയോതെറപ്പി അല്ല കേട്ടോ, വേറെ ഏതാണ്ടുമാണ്, ആയുർവേദമല്ല അങ്ങനത്. അപ്പോൾ അതിൻ്റെ ഒരു അവിടെ ക്ലിനിക്ക് ഉണ്ട്, അവിടെ ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവരിങ്ങനെ മെയിനായിട്ട് ടീച്ചിങ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവരിവിടെ അങ്ങനെ വരുമ്പോൾ താമസിക്കാറുണ്ട്, ഇവിടെ തന്നെയാണ് കൊണ്ട് താമസിക്കാറ് ആണ്. ഇന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ അവർ 16 വർഷം ഉണ്ട് UK ഉണ്ടായിരുന്നു. അവർ ജർമ്മനിയിൽ നിന്നായിരുന്നു മെയിനായിട്ട്. എന്നിട്ട് പിന്നെ ഒരു കല്യാണം കഴിച്ച കണ്ടാന്ന് തോന്നുന്നു അവിടെ പോയത്. എന്നിട്ട് പിന്നെ ഡിവേഴ്സൊക്കെ ആയി കോവിഡ് സമയത്ത്. അങ്ങനെയാണ് അവർ പിന്നെ വിയന്നയിൽ എത്തിപ്പെട്ടത്, വർക്ക് ബൈ ബേസ്ഡായിട്ട്. പക്ഷെ നല്ല ലേഡിയുടെ കുഴപ്പമില്ല. അപ്പം അവർ അങ്ങനെ പണ്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഇംഗ്ലീഷുകാർ ആരെ ചോദിച്ചാലും ഇന്ത്യയിൽ വന്ന് എന്തെങ്കിലും ഒരു കഥ പറയാനുണ്ടാവുമല്ലോ. അവർ 20 വർഷം, അവർക്ക് 19 വയസ്സുള്ളപ്പം അങ്ങാണ്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. 2 months ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി, ഡൽഹി, ആഗ്ര, നമ്മളത് കണ്ടിട്ടില്ല കേട്ടോ. കേരളയിൽ വന്നിട്ടുണ്ട്, ഗോവയിൽ വന്നിട്ടുണ്ട്, പിന്നെ കൊച്ചിയിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ എടുത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവരിപ്പോൾ ഇന്ത്യ ഒത്തിരി മാറിയില്ലേ, അന്ന് കാലത്ത് ഫോൺ പോലും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. 20 വർഷം മുമ്പത്തല്ലേ, നമുക്ക് ഊഹിക്കാം. നല്ല ലേഡി, കുഴപ്പമില്ല. അവർ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, ഞാൻ ഒരു മെസ്സേജ് അയച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ തിങ്കളാഴ്ച വരെ കണ്ട് ഇവിടെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്തെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് വന്ന് വിളിച്ചോളോ, അത് വെറും വാക്ക് പറഞ്ഞാന്ന് എനിക്കറിയാം. എങ്കിലും ലൈക്ക് ഒരു യാത്ര ചെയ്യുമ്പം ഒരു ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുന്നത് നൈസല്ലേ. ഒരു അതിന് വേണ്ടി കൂടെയാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്, അല്ലാണ്ട് ആരോടും മിണ്ടാണ്ട് യാത്ര ചെയ്ത് തിരിച്ചു പോരാനല്ലല്ലോ. ഇറ്റ്സ് നൈസ് ടു മീറ്റ് പീപ്പിൾ. അങ്ങനെ. പക്ഷേ സെയിം ടൈം എനിക്കങ്ങനെ ഇതായിട്ട് പറയുമല്ല, പക്ഷെ എനിക്കങ്ങനെ ടൂറുമായിട്ട് വന്നിട്ടുള്ള വേറെ ഇന്ത്യൻസിനോടൊന്നും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നും. അങ്ങനെ തന്നെ എല്ലാവരും ഫാമിലി ആയിട്ട് വരുമ്പോൾ അവനവൻ്റെ കാര്യം നോക്കി അവർ തന്നെ സ്ട്രഗ്ലിങ് ഫേസിലായിരിക്കും. അങ്ങനെ എനിക്കങ്ങനെ ആരുടെ ചെന്നിട്ട് ഈ വഴിയിലൊക്കെ കാണുമ്പോൾ ഇവിടെ നിന്ന് ഏതാ എന്താണെന്നൊന്നും അങ്ങനെ ചോദിക്കാൻ തോന്നിയതേ ഇല്ല. ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റിൽ ദ റൈറ്റ് തിങ്. എന്നോടും ആരും ചോദിച്ചില്ല, ഞാൻ ആരോടും ചോദിച്ചില്ല. ഈവൻ ഞാനത് അക്നോളജ് പോലും ചെയ്തില്ല. മലയാളം കേട്ടെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യേണ്ട പോകുന്നു, അത്രയേ ഉള്ളൂ. എന്ന് ചോദിച്ചാൽ സാഹിബിനെ കണ്ടപ്പോൾ ഇത് മറന്നൊന്നല്ല, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇവിടെ വന്നിട്ട് അങ്ങനെ ഇപ്പോൾ പരിചയപ്പെട്ടിട്ട് എന്താ ഇത്ര വിശേഷം എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഇപ്പോൾ ഹോട്ടലിലോ ഒക്കെ താമസിക്കുന്നിടത്തൊക്കെയാണ് കണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതിവിടെ ഒരു പേഴ്സണൽ സ്പേസ് കിട്ടുമല്ലോ സംസാരിക്കുന്നത്. ഇപ്പോൾ അവർ യാത്രയിലൊക്കെ ഇങ്ങനെ ഇവിടെ കഴിഞ്ഞിട്ട് അവിടെ പോകും, അവിടെ കഴിഞ്ഞിട്ട് ഇവിടെ പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ നമ്മളിവിടെ മറ്റേ നാട്ടിലെവിടെയാണ്, വീട് എവിടെയാണെന്ന് ചോദിച്ചാണ് പോകേണ്ട ഒരു ആവശ്യം എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇതുകൊണ്ട് എൻ്റെ പെട്ടി ഉണ്ടോ, യെസ് പെട്ടി, അതും എടുത്ത് ഞാൻ ഇനിയിപ്പോൾ ഇവിടുന്ന് ബാർ സ്റ്റേഷനിൽ പോവും. ബസ് ഒരു 5 മിനിറ്റിൽ കിട്ടുമായിരിക്കും. എന്നിട്ട് ബാറിൽ നിന്ന് ലുസേണിൽ പോവും. ലുസേണിൽ നിന്ന് ഇൻ്റർലേക്കൻ OST എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പോവും. അവിടെ നിന്ന് ബസ് കണ്ടും പിടിച്ചിട്ടാണ് എൻ്റെ സ്ഥലത്തോട്ട് പോകേണ്ടത്. അത് 1000 മീറ്റർ അവേ ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ അങ്ങോട്ടാന്ന് പറയുന്നത്. അപ്പം മലയുടെ ഒരു ഇതിലൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഇടയിൽ ലുസേണിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് ഗ്രാബ് ചെയ്യണം. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ അത് ചെയ്ത് അവിടെ പോയി അവിടെ എത്തിക്കേണ്ട നോക്കാം എന്താ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ നാളെയും കൂടി എനിക്ക് മറ്റേ ടിക്കറ്റ് ഉണ്ട്, ഏത് നമ്മുടെ സ്വിസ് പാസില്ലേ, അതുണ്ട്. അപ്പോൾ നാളെ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കവർ ചെയ്തിട്ട് മറ്റന്നാൾ ടിക്കറ്റ് ഇല്ലാത്ത ദിവസം, അതൊന്നും നമ്മൾ ലൈക്ക് എവിടെ പോകണേ പ്ലാൻ ചെയ്തിട്ട് ആ ടിക്കറ്റ് മാത്രം എടുത്തിട്ട് അങ്ങനെ പോകേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ യാത്ര കഴിഞ്ഞു. ചൊവ്വാഴ്ച തിരിച്ച് പോരുകയായി. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. ബൈ ബൈ.
That's my room. Wow. Glacier cave. ¿Se cayó? ¿Se rompieron? ടിറ്റ്ലസ് മൗണ്ടൻ കേബിൾ കാർ എക്സ്പീരിയൻസ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ, ഇത് മൗണ്ട് ടിറ്റ്ലസിൻ്റെ കേബിൾ കാർ എടുത്തിട്ട് റിട്ടേൺ ജേണിയാണ്. ഇത് ലാസ്റ്റ് ലെഗാണ്. 2-3 സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ സ്റ്റോപ്പ് ഓവർ ചെയ്തിരുന്നു. ഇനിയിപ്പം ഇവിടെ ഇങ്ങനെ വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഒരു മെമ്പറിക്ക് വേണ്ടി എടുത്ത് വയ്ക്കാന്ന് വിചാരിച്ചു. നൈസ് കേട്ടോ. മല മുഴുവൻ നമ്മൾ കയറിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിൾ കാറിൽ പോയായിരുന്നു. എന്നിട്ട് ഏറ്റവും മുകളിൽ ഐസിൻ്റെ പ്ലേ ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം തിരിച്ച് ഇവിടെയൊക്കെ എത്തുമ്പോൾ നല്ല ചൂടാണ്, പക്ഷേ മുകളിൽ ഐസ് ഉണ്ടായിരുന്നു. ഗ്ലേസിയർ അങ്ങനെ ഒരു ഐസിൻ്റെ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു, കേവ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെന്താണ്, ഇങ്ങനെയൊക്കെ പോകുന്നു. രാവിലെ എത്രയാ 7:40 ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ബാറിൽ വന്നു. ബാറിൽ നിന്ന് ലുസേണിൽ നിന്ന് ഇംഗൽബർഗ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടെ നിന്ന് ഈ കേബിൾ കാറിൻ്റെ അവിടേക്ക് നടന്നു. ഒരു 10 മിനിറ്റ് നടക്കാണ്ടായിരുന്നു. കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് കേബിൾ കാർ പിടിച്ച് മൗണ്ട് ടിറ്റ്ലസ് മോള് വരെ പോയി. ഒരു 2-3 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു ഓൾ ടുഗദർ. അങ്ങനെ ഇപ്പം തിരിച്ചു വന്നിട്ടിരിക്കാം. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കലാപരിപാടികൾ. നോക്കി എന്ത് ഭംഗിയാ നോക്കിയേ. ഈ ആരോ പറഞ്ഞ പോലെ സ്വിറ്റ്സർലാൻഡിൽ എവിടെ ക്യാമറ വെച്ചാലും ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു വ്യൂ ആണ്. വാവ്, ഹലോ, കൊള്ളാം. ഓ എൻ്റെ ദൈവമേ, അവിടേക്ക് നോക്കിക്കേ. ഓ, എങ്ങനെ ക്യാമറ കിട്ടുന്നു ദൈവമേ. കണ്ടോ ഏറ്റവും മുകളിൽ. വാവ്,
മൗണ്ടൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഗുഡ് ദാറ്റ് ഇവിടെ വന്നു സിറ്റിയൊക്കെ പോയി ചുമ്മാ ഒരു ഡേ വേസ്റ്റ് ആക്കിയില്ല. അതിലെനിക്ക് എന്നെ കുറിച്ച് അഭിമാനമുണ്ട്. ശരിക്കും അല്ലേ, ഈ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുമ്പം ഒരു ഭയങ്കര ചെറിയൊരു കൺട്രിയാണ്. പക്ഷേ അവിടുത്തെ എല്ലാ ഏരിയയും ഒന്നാമത്തേന് ഭയങ്കര ഭംഗിയുള്ള ഏരിയയാണ്. എല്ലാം ദൈവം അനുഗ്രഹിച്ച് കൊടുത്തിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ്. അത് അവരിങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല കണക്ഷൻസ് എല്ലാം നമുക്ക്. ഞാനിപ്പം ഒറ്റയ്ക്കാണ് വരുന്നത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഒറ്റയ്ക്കൊരു യാത്ര ചെയ്യാൻ. പക്ഷേ അങ്ങനെ ഒന്നും പേടിക്കാനില്ലായിരുന്നു. എല്ലാം എന്താ പറയുക, ഇൻഫോർമേറ്റീവ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും. പിന്നെന്താ, എല്ലാം ഒരു സ്ഥലത്തും പോയാൽ അങ്ങനെ അയ്യോ വേസ്റ്റ് ആയെന്നൊരു ഫീലിംഗ് ഇല്ല. എന്ത് ആണെങ്കിലും നല്ലൊരു ഭംഗിയുള്ള സ്ഥലവും എക്സ്പീരിയൻസും നമുക്കത് അങ്ങനെ വേറെ എവിടെയും അങ്ങനെ കിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവരും സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. കേബിൾ കാർ ഇറങ്ങാറായേ. ബൈ ബൈ. സത്യം പറഞ്ഞാൽ ഞാൻ ഫോണിൻ്റെ ചാർജ് സേവ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ടേ ഇനി വീഡിയോ എടുത്ത് ഇത് കളയണ്ടെന്ന് വെച്ചിട്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ തന്നെ പറ, ഇതിലേത് സംഭവം എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും? മൈ ഗോഡ്, ദിസ് ഇസ് ഇറ്റ്. ഓ, എന്ത് ഭംഗിയാണെന്നറിയോ, രക്ഷയില്ല. അതിൻ്റെ എത്രത്തോളം ഈ വീഡിയോയിൽ പകർത്താൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എൻ്റെ ദൈവമേ, ഓരോ കാഴ്ച കാണുമ്പോഴും ഇതും ഈ ഭൂമിയിലുള്ളതാണോ എന്ന് തോന്നും. ഹലോ, ഞാനിപ്പം എങ്കിൾബർഗ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു അരമണിക്കൂർ ഉണ്ട് അടുത്ത ട്രെയിനിന്. അപ്പം ഞാനിങ്ങനെ ഇത്തിരി സമയം കിട്ടിയപ്പം എൻ്റെ ട്രിപ്പിനെ കുറിച്ചൊരു ഇൻട്രോ ആയിട്ട് ലൈക്ക് പ്ലാനിങ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ട്രാവൽ ചെയ്തത് ലണ്ടൻ സിറ്റി എയർപോർട്ടിൽ നിന്നാണ്. താമസിക്കുന്നത് സറേ, റെഡ് ഹിൽ ആ ഏരിയയിലാണ്. അപ്പം അവിടുന്ന് ഒരു ട്രെയിൻ എടുത്ത് രാവിലെ 8:03 ആയപ്പം ട്രെയിൻ എടുത്തിട്ട് മാസം സ്റ്റേഷനിൽ നിന്ന് ലണ്ടൻ സിറ്റി എയർപോർട്ടിലോട്ട് പോയി. ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി അവിടെ പ്ലാറ്റ്ഫോം 4 അവിടെ നിന്ന് പ്ലാറ്റ്ഫോം 1 വന്നു. 1 നിന്ന് ഈ വോൾവിച്ച് ആർസെനൽ എന്നാണ് ആ സ്റ്റേഷൻ്റെ പേര്. സാധാരണ അത് പ്ലാറ്റ്ഫോം 4 പോവാറ്. അന്നത്തെ ദിവസം നോക്കണം കേട്ടോ. അപ്പം അങ്ങനെ പോയിട്ട് ആ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് DLR പിടിച്ചിട്ട് നേരെ ലണ്ടൻ സിറ്റി എയർപോർട്ടിലെത്തും. അപ്പം BA വഴിയാണ് ട്രാവൽ ചെയ്തത്. ടിക്കറ്റൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സൂറിച്ച് അപ്പ് ആൻഡ് ഡൗൺ ഫ്രം ലണ്ടൻ സിറ്റി എയർപോർട്ട്, അങ്ങനെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ടിക്കറ്റിന് ആക്ച്വലി എനിക്ക് 2 പൗണ്ടേ ആയുള്ളൂ. അത് അങ്ങനെ കുറേ പോയിൻറ്റ്സും അതും ഇതൊക്കെ വെച്ചിട്ട് അതങ്ങനെ ഒപ്പിച്ചു. AVOS പോയിൻ്റില്ലേ, അത് നെക്സ്റ്റ് കാർഡിൻ്റെ പോയിൻറ്റ്സ് കൺവേർട്ട് ചെയ്ത് AVOS പോയിൻ്റ് ആക്കി. പിന്നെ നമ്മുടെ MXൻ്റെ MX ക്രെഡിറ്റ് കാർഡുണ്ട്, അതിൻ്റെ പോയിൻറ്റ്സ് എല്ലാം കൂടെ കൺവേർട്ട് ചെയ്ത് AVOS പോയിൻ്റ് ആക്കി. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഇതിലെടുത്തു. അതുകൊണ്ട് ഫ്ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ വാസ് വെരി വെരി ചീപ്പ്. 2 രൂപയ്ക്ക് അല്ല, 2 പൗണ്ടിന് നമുക്ക് എവിടെ പോകാൻ പറ്റും? അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹോട്ടലിൽ ആണ് 6 ദിവസം നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡിൽ. 3 ദിവസം ലുസേൺ ഏരിയയിലാണ്. ലുസേണിലല്ല, ആക്ച്വലി ലുസേൺ ഒരു സെൻട്രൽ പോയിൻ്റ് ആണ് പലയിടത്തേക്കും ട്രാവൽ ചെയ്യാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഹോട്ടൽസ് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അപ്പം ലുസേണിൽ നിന്ന് ഒരു ട്രെയിൻ പിടിച്ചിട്ട് ബാർ എന്ന് പറയുന്നൊരു BAAR കേട്ടോ, ആ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്നൊരു ബസ് പിടിച്ചിട്ട് പോകണം. പക്ഷേ അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഈസി ആയിട്ട് എത്താൻ പറ്റിയായിരുന്നു. അപ്പോൾ ഇന്നലത്തെ കാര്യം പറയട്ടെ. അങ്ങനെ ഫ്ലൈറ്റ് പിടിച്ച് നേരെ സൂറിച്ച് വന്നിറങ്ങി. അവിടെ നിന്ന് ഞാൻ ടിക്കറ്റ് പ്രീ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്വിറ്റ്സർലാൻഡിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും SPB എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അതിനകത്ത് കൂടെയാണ് ടിക്കറ്റ്. ആപ്പിൽ കൂടെ പർച്ചേസ് ചെയ്യണമെന്നില്ല, നമുക്ക് വെബ്സൈറ്റിൽ കൂടെയും പർച്ചേസ് ചെയ്യാം. അപ്പം ഇന്നലെ എനിക്കാണ് ഒത്തിരി ട്രാവലൊന്നും ഇല്ലാത്തത് കൊണ്ട് സൂറിച്ച് ടു എൻ്റെ ഹോട്ടലിൻ്റെ ഡെസ്റ്റിനേഷൻ തന്നെ കിട്ടും. അപ്പോൾ ബസ്സും എല്ലാം ഇൻക്ലൂഡഡ് ആയി കിട്ടും അതിനകത്ത്. അപ്പം സൂറിച്ചിൽ നിന്ന് ഞാൻ 4:23 ട്രെയിൻ തൊട്ട് അങ്ങനെ ഫിക്സ്ഡ് ടിക്കറ്റ് എടുത്ത് വെച്ചു. കാരണം ഫ്ലൈറ്റ് ഒന്ന് ഇറങ്ങുന്നത് 2:30-ക്ക് 2:45-നൊക്കെയാണ്. അപ്പം ലഗേജൊക്കെ എടുത്ത് വരുമ്പോഴേക്കും 3:30 ആണെങ്കിൽ തിരക്ക് പിടിക്കണ്ടെന്ന് വെച്ചിട്ട് 4:30 എടുത്ത് വെച്ചു. പക്ഷേ 1 മണിക്കൂർ നേരത്തെ ആയിരുന്നു. അത് ഫ്ലെക്സിബിലിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞാൻ 1 മണിക്കൂർ ആ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്തു. അത് ഇത്തിരി ചൂടൊക്കെ ആയിരുന്നു, വന്നിറങ്ങിയ ദിവസമല്ലേ. പിന്നെ പോട്ടെ, വാട്ട് ക്യാൻ വി ഡു. അല്ലെങ്കിൽ പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് ഫുൾ പൈസയും പോവും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത്ര തിരക്കിട്ടിട്ടപ്പോൾ അവിടെ പോയിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ലായിരുന്നു ഇന്നലെ. അങ്ങനെ 4:30 ട്രെയിനിന് ഞാൻ ബാർ എന്ന സ്റ്റേഷനിൽ നിന്ന്
സൂറിച്ച് എയർപോർട്ടിൻ്റെ സ്റ്റേഷനിൽ നിന്ന് ബാർ എന്ന് പറയുന്നൊരു സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങുന്നിടത്ത് തന്നെ നേരെ ബസ് 280 എന്ന് പറഞ്ഞ ബസ്സായിരുന്നു, ബസ് നമ്പർ കേട്ടോ. അതെടുത്ത് നേരെ ഹോട്ടലിൻ്റെ മുമ്പിൽ അവിടെ ചെന്ന് ഇറങ്ങി. അവിടുന്ന് 2 മിനിറ്റ് ബാക്കിയുള്ളൂ ഹോട്ടലിലോട്ട്. അവിടെ പോയി ഇറങ്ങി. അത് ആക്ച്വലി ഈ ഒരു പള്ളിയാണോ മഠമാണോ അങ്ങനെ എന്തോ കൺവേർട്ട് ചെയ്തിട്ട് ഉള്ള പോലത്തെ ഒരു ഹോട്ടൽ, ഒരു പ്രത്യേക ടൈപ്പ്. അതായത് ചെന്നിറങ്ങി കഴിയുമ്പോഴത്തേനും കുറേ ചെറിയ ചെറിയ റൂംസ്. അപ്പം ഞാനിങ്ങനെ സിംഗിൾ അക്കോമഡേഷനാണ് എടുത്തത്, സിംഗിൾ പേഴ്സണ് താമസിക്കാവുന്ന ഹോട്ടൽ റൂം. എന്നിട്ട് തന്നെ എനിക്ക് 3 ദിവസത്തേക്ക് എനിക്കൊണ്ട് 380 പൗണ്ടിൻ്റെ അടുത്ത് അങ്ങോട്ടായി. നല്ല എക്സ്പെൻസീവാണ് ഇവിടെ പോലും. ഞാൻ ലുസോണിന് പോലും അല്ല നോക്കണം, ബാറിൻ്റെ അടുത്താണ് ഞാൻ എടുത്തത്. എന്നിട്ട് പോലും ഈ റേറ്റാണ് വരുന്നത് 3 ദിവസത്തേക്ക് കേട്ടോ. എനിക്ക് ഈ മറ്റേ ഇതില്ലേ വേറെ ഹോസ്റ്റൽ അക്കോമഡേഷൻ, അതെനിക്കത്ര സേഫായിരിക്കുമോ, പിന്നെ ബാത്റൂം ഷെയർ ചെയ്യേണ്ടി വരും, സ്ട്രേഞ്ചേഴ്സൊക്കെ ഉണ്ടാവും, എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഹോട്ടലാകുമ്പം കുഴപ്പമില്ലല്ലോ. സിംഗിൾ റൂമാ, ചെറിയൊരു റൂമാ, ഒന്നുമില്ല, ഫാൻ പോലും ഇല്ലായിരുന്നു. ഇതിലേക്കാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു. UK-യിലും ഭയങ്കര ചൂടായിരുന്നു, ഇവിടെയും ഭയങ്കര ചൂടായിരുന്നു. ജനലൊക്കെ തുറന്നിട്ടിട്ട് ഒരു വായു സഞ്ചാരമില്ലാത്തൊരവസ്ഥ എന്ന് പറയത്തില്ലേ, അങ്ങനെയായിരുന്നു. എനിവേ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി ഒന്ന് ഫ്രഷായിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയായിരുന്നു സ്വിറ്റ്സർലാൻഡിൽ വന്നു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഒരു കാപ്പി ക്രോസൊന്നും കഴിക്കണമെങ്കിൽ തന്നെ 15 പൗണ്ട് ആവും എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ വിശന്നിരിക്കാൻ എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി അവിടെ നിന്ന് ഈ ഗുജറാത്തികളുടെ ഒരു സ്നാക്കിൽ കാക്ര എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേന്ത്രപ്പഴം മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു മറ്റേ സ്വീറ്റ് ഒരു കായവറുത്തുണ്ട്. നമ്മുടെ നാട്ടിലെ കായവറുത്തല്ല, ഞാൻ ഈ ഹോളണ്ട് ആൻഡ് ബാരറ്റി എന്നൊക്കെ കിട്ടത്തില്ലേ, അതൊരു സ്നാക്കായിട്ട് കഴിക്കാൻ അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റ് ബാറും ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിയിലാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്നാകെ ഒരു കോഫിയും ഒരു ചെറിയ കഷ്ണം ഒരു ചെറിയ പാക്കറ്റ് പോപ്കോണേ കിട്ടിയുള്ളൂ. ഞാനപ്പം ബ്രെഡ് സാൻഡ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, എഗ്ഗ് ഓംലെറ്റ് ആൻഡ് ബണ്ണ് അങ്ങനെ. അപ്പം അത് ഞാൻ എയർപോർട്ടിലിരുന്നേ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കോഫി കഴിച്ച് ഇവിടെ വന്നപ്പോഴേക്കും പിന്നെ ഈ വെയിലായതുകൊണ്ട് വെള്ളം ഇങ്ങനെ കൂടെ കുടിക്കേണ്ടായിരുന്നു. ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് പോരുമല്ലോ. പിന്നെ ഒന്നാമത്തെ ഒറ്റയ്ക്കല്ലേ യാത്ര ചെയ്യുന്നത്, അപ്പം നമുക്കൊരു അസുഖം ഒന്നും വരരുതെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഹോട്ടലിൽ വന്നു. അതായത് ഇന്നൊന്ന് പുറത്തിറങ്ങി ആ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. പിന്നെ അവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ഒന്ന് എന്താണെന്ന് വെച്ചിട്ട് അവിടേക്കൊക്കെ ഇറങ്ങി. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ 8 മണി വരെ ഓപ്പണാന്ന് പറഞ്ഞിരുന്നത്. ഇടയിലൊരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നേ, അതാണ് ഞാൻ പിന്നെ കട്ട് ചെയ്തത്. പിന്നെന്തായിരുന്നു, അങ്ങനെ ഹോട്ടലിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നടന്ന് കണ്ട് സെറ്റപ്പായി. പിന്നെ ഞാൻ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ എങ്ങനെയൊക്കെയോ അവിടെ ഇരുന്നു. അവിടെ കിടന്നുറങ്ങി നേരം വിളിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 7 മണിക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ശരി എന്നോർത്ത് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാനൊരു 6 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് റെഡിയായി. 7 മണി കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സാധാരണ നമ്മൾ യൂറോപ്പിലൊക്കെ കോണ്ടിനെൻ്റൽ പോലെയൊക്കെ കിട്ടാറുണ്ട്, UK-യിലും ഒക്കെ. ഇവിടെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ തന്നെ ആയിരിക്കുന്നത്. ജസ്റ്റ് ബ്രെഡ്, കുറച്ച് ജാമുകൾ, കുറച്ച് യോഗട്ട് പോലത്തെ സീരിയൽ പോലെ, ഇത്തിരി ഫ്രൂട്ട്സ്, പിന്നെ ഒരു ചീസ്, അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് കഴിക്കാൻ പറ്റിയത് ആകെ ബ്രെഡും ജാമും മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. പിന്നെ ഫ്രൂട്ടും. ഞാനൊരു ബ്രെഡും ഇത്തിരി ജാമും ഒരു പഴം എടുത്തു, കോഫി കുടിച്ചു, ഒരു റസ്ക്കും അല്ല ബിസ്ക്കറ്റും അല്ലാത്തൊരു സാധനം ഉണ്ടായിരുന്നു. അതെടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് ഇങ്ങനെ പോകും. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ഒരു ബസ്സുണ്ട്, പബ്ലിക് ബസ്സാണ്. അപ്പോൾ ഞാൻ ഈ സ്വിസ് പാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് മുതൽ. അതുകൊണ്ട് അടുത്ത 4 ദിവസം, അതായത് ഇന്നടക്കം 4 ദിവസം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ട്രെയിനും ഒക്കെ ട്രാവൽ ചെയ്യാം. സ്വിസ് പാസിന് 4 ദിവസത്തേക്ക് 320 പൗണ്ടാണ്, ആ റേഞ്ചാണ് ആയത്. അപ്പം അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ട്രാവലിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ട്. അപ്പോൾ ഈ ബസ് കവേർഡാണ്, പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ യാത്രകളും കവേർഡാണ്. ജസ്റ്റ് അത് ഈ മൗണ്ടനിലൊക്കെ വരുമ്പം ഈ കേബിൾ കാറൊക്കെയില്ലേ, അതിന് 50% ഓഫ് കിട്ടുള്ളൂ. 50% നമ്മൾ കൊടുക്കണം. ഇന്ന് ഞാനിപ്പോൾ ആദ്യം വന്നത് മൗണ്ട് ടിറ്റ്ലസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ 50 ഇവിടുത്തെ കറൻസി CHF അത് കൊടുക്കേണ്ടി വന്നു. ബാക്കിയുള്ളത് അത് 50 കവേർഡായിപ്പോയി, 50% കിട്ടും.
പിന്നെ എന്തുമായിരുന്നു, ഞാൻ പബ്ലിക്കിലായതുകൊണ്ടാണ് ഇത്തിരി ശബ്ദം കുറച്ച് പറയുന്നത്. പിന്നെ ഞാൻ അപ്പം ഞങ്ങളുടെ ബാർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ലുസേൺ വന്നിറങ്ങി. എന്നിട്ട് എനിക്ക് 1.5 മണിക്കൂറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലുസേണിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കുറച്ച് ഇതുകളൊക്കെ കണ്ട് പിന്നെ അവിടുന്ന് എങ്കൽബർഗ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലോട്ട് വന്നു. അതൊരു 50 മിനിറ്റോളം എടുത്തു. വിബാറിൽ നിന്ന് ലുസേണിലോട്ട് ഒരു 1.5 മണിക്കൂർ എടുത്തു. എങ്കൽബർഗ് വന്നിറങ്ങിയിട്ട് പിന്നെ ഇവിടെ നിന്ന് നേരെ ഈ കേബിൾ കാറിൻ്റെ അവിടേക്ക് ഒരു 10 മിനിറ്റ് നടക്കാറുണ്ട്. അവിടേക്ക് നടന്ന് പിന്നെ അവിടെ നിന്ന് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുത്ത് അങ്ങനെ മുകളിൽ പോയി. അപ്പോൾ 3 സ്റ്റേജസ് ആയിട്ടാണ് അത്. നമുക്ക് ഇങ്ങനെ പോയിന്റിൽ ഇറങ്ങി പിന്നെ അവിടെ കുറച്ച് കണ്ട് പിന്നെ മുകളിൽ പോയി. ഏറ്റവും മുകളിലത്തെ ലെയറിലാണ് ലൈക്ക് ടോപ്പ് മോസ്റ്റ് ഐസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഐസിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ തണുക്കണമൊന്നും ഉണ്ടായില്ല. ഇന്ന് ഒന്നാമത്തെ നല്ല വെയിലായതുകൊണ്ട് തണുക്കണമൊന്നും ഉണ്ടായില്ല. എന്നാലും നല്ല രീതിയിൽ പോയി. അത് കഴിഞ്ഞ് ഐസിലൊക്കെ ആൾക്കാർ കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കണ്ടായിരുന്നു. ഒരു ഇന്ത്യൻസൊക്കെ സാരിയൊക്കെ എടുത്ത് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. ആ ഒരു ദിൽവാലെ ദുനിയ ഇത് കിട്ടണം തോന്നുന്നു. പിന്നെ നല്ല ഭംഗിയുള്ള സീനാണ്. എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള പിക്ചറിസ്റ്റിക് സീനാണ്. വെതർ നമുക്ക് ഇത്തിരി എന്നാലും ഈ പറഞ്ഞ കാറ്റും മഴയൊക്കെ ആണെങ്കിൽ അതിന് ശല്യമായിരിക്കും. പിന്നെ ഉള്ളത് ചൂടുള്ളതിൽ ഭേദം എനിക്ക്. അപ്പം അങ്ങനെ പോയി മുകളിലൊക്കെ ചെന്നിട്ട് പിന്നെ അവിടെ ഒരു ഐസിൻ്റെ ഒരു കേവ് ഒക്കെ ഉണ്ടായിരുന്നു. ഐസ് കൊണ്ട് ഉണ്ടാക്കിയ കേവ്. അതിനുള്ളിൽ പോലും സത്യം പറഞ്ഞാൽ ജാക്കറ്റൊന്നും വേണ്ടി വന്നില്ല. അത്രയും പുറത്തുനിന്ന് ചൂട്ടത്തിൽ നിന്ന് പോയതുകൊണ്ടേ. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് ഇന്ത്യൻസിന് കാറ്റർ ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ ഗ്രൂപ്പുകാർക്കുള്ള റെസ്റ്റോറൻറ്റ്. എന്നോട് അവിടെ നിന്ന് ചോദിക്കുകയും ചെയ്തു, ആർ യു പാർട്ട് ഓഫ് ദിസ് ഗ്രൂപ്പ് എന്ന്. അതേന്നും പോയി പറഞ്ഞ് കയറി ഭക്ഷണം കഴിച്ച് വരായിരുന്നു എന്ന് ഞാൻ ഒരു മിനിറ്റ് ആലോചിച്ചു. പിന്നെ ഹിന്ദിക്കാരായിരുന്നു കൂടുതലും. പിന്നെ എന്തായിരുന്നു, ടോയ്ലറ്റിലൊക്കെ അവിടെ നിന്നിട്ട് എഴുതി വെച്ചേക്കാം. അതെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഇരുന്നിട്ട് വേണം ഇവിടെ കാര്യം സാധിക്കുക എന്നുള്ള മട്ടിൽ. പിന്നെ ഈ ഇന്ത്യയിൽ ഒരു സ്വിറ്റ്സർലാൻഡ് വരെയൊക്കെ വരാൻ കാശുള്ളവർക്ക് എന്തായാലും യൂറോപ്യൻ ക്ലോസറ്റൊക്കെ കണ്ട് ശീലം ഉണ്ടാവും ചേട്ടാ ചേച്ചി എന്നെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ പോട്ടെ, പണ്ടെങ്ങാനും എഴുതി വെച്ചതാവുമായിരിക്കും. അങ്ങനെ പിന്നെ അവിടെ താഴെ വന്നപ്പോൾ ഒരു ചായക്കട പോയിട്ടുണ്ടായിരുന്നേ. അവിടെ മറ്റേ പാവ് ഭാജി, സമൂസ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതായത് എനിക്കിവിടെ ഒത്തിരി ഇന്ത്യൻസ്, ഇപ്പം ഞാനും ഒരു ഇന്ത്യനല്ലേ, ഞാനും ഇവിടെ വന്നല്ലോ. ആണ് ഒത്തിരി ഇന്ത്യൻസിനൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ പോലെയല്ലേ ഇത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. എനിവേ നൈസ് എക്സ്പീരിയൻസ് സോ ഫാർ. ആരോടും ഒന്നും ചോദിക്കാനും പറയാനൊന്നുമില്ല. നമുക്കിങ്ങനെ ട്രെയിനും ടൈമിങ്ങൊക്കെ നോക്കി പിന്നെ നമ്മുടെ ChatGPT ഉണ്ടല്ലോ, ChatGPT ആണ് എൻ്റെ അമ്മച്ചി ഇവിടുത്തെ സ്വിറ്റ്സർലാൻഡിലെ വഴികാട്ടി. അതിനോട് ചോദിച്ച് പിന്നെ ഈ SBB സൈറ്റിൽ പോയിട്ട് ആപ്പിൽ പോയിട്ട് ട്രെയിനും പ്ലാറ്റ്ഫോമൊക്കെ നോക്കി വെച്ച് അങ്ങനെ സോഫാർ ചോദിച്ച് പോകുന്നുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. ഓക്കെ. മൗണ്ട് റെജി, ഇത് ലേക്ക് ലുസേൺ. ഇതാണ് ഈ എത്ര കണ്ടാലും മതിയാവാത്ത സ്വിസ് ഭംഗി. ഞാൻ ഫോണിൽ ബാഗിലെടുത്ത് വെച്ചു, പക്ഷേ സോ ടെംപ്റ്റിംഗ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഡേ 2 ഓഫ് സ്വിറ്റ്സർലാൻഡാണ്. ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നു. അത് കഴിഞ്ഞ് ഹോട്ടലിൽ പോയ കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പ്ലാന് വെക്കുന്നു. കാണേണ്ട സ്ഥലം ഒരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷേ ഡേ അനുസരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ രാവിലെ വിചാരിച്ചത് മൗണ്ട് ടിറ്റ്ലസും പിന്നെ ആഫ്റ്റർനൂണ് മൗണ്ട് പിലാറ്റസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പം അതും കൂടെ കവറാക്കാണ്. പക്ഷേ രണ്ടും അത്യാവശ്യം 1/2 ദിവസത്തിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇത് മൗണ്ട് ടിറ്റ്ലസിലോട്ട് ലുസേണിൽ വന്നിട്ട് ട്രെയിനൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ പോയി. അവിടെ ഫുൾ എൻജോയ് ചെയ്തു. അത് തിരിച്ചു ഇവിടെ വന്നപ്പോഴേക്ക് 3 മണിയായി. അപ്പം ഇനി ഒരു മൗണ്ട് എന്ന് പറയുമ്പോഴത്തേനും ഈവനിങ് ആയ കേബിൾ കാർ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ തിരിച്ച് നമുക്ക് ഹോട്ടലിൽ എത്തണമല്ലോ. അപ്പം എന്നാൽ പിന്നെ ലുസേൺ ഒന്ന് കറങ്ങാൻ എനിക്ക് ഇതിലേക്ക് കൃത്യം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും ബെസ്റ്റ് ഓപ്ഷൻ അതാണെന്ന് വിചാരിച്ച് അതെടുത്തു. അത് കഴിഞ്ഞ് നല്ല വെയിൽ വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ സ്വിസ് പാസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇതുകളില്ലേ ക്രൂസുകൾ ഇവിടെ തന്നെയുള്ള
ബോട്ട് റൈഡ്സ്. അത് ഇതിനകത്ത് ഫ്രീ ആണ്. അപ്പം എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു ബോട്ടിൽ കയറി എടുത്തു കഴിഞ്ഞാൽ ലുസോൺ ഒന്ന് കവറും ചെയ്യാം. അത്യാവശ്യം വെയിലിൽ നിന്ന് ഒരു ഇത് കിട്ടും. അങ്ങനെ ഇതിലാണ് ഞാൻ കയറിയത്. എനിക്ക് എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് കറക്റ്റ് ഐഡിയ ഉണ്ടായില്ല. പക്ഷേ അവിടെ ചെന്നിറങ്ങിയാലും തിരിച്ച് ലുസോണിൽ എത്തണം എന്നറിയാം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം എന്നെ കൊണ്ടെത്തിക്കുന്നത് മൗണ്ട് റിജിയിലാണ്. ഇത് വൺ വേ ആ ഈ ക്രൂസ്. തിരിച്ച് ലുസോണിലോട്ട് വരത്തിൽ നമ്മൾ മാറി കയറണം എന്നവർ പറഞ്ഞില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ചെന്ന് നമ്മൾ ലണ്ടനിലാണെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് അത് മാനേജ് ചെയ്ത് വിചാരിച്ചിട്ട് കയറി. പക്ഷേ എനിക്കൊക്കെ ഈ ദൈവം എന്നെ കൊണ്ടെത്തിച്ചത് മൗണ്ട് റിജി കാണാൻ വേണ്ടിയായിരുന്നു. ഞാനിത് എൻ്റെ ഇതിലില്ലായിരുന്നു. എന്താ പറയുക, കാരണം 2 മൗണ്ടനും ഉണ്ട്. പിന്നെ ഇനി റിജിയും കൂടെ കാണേണ്ട ആവശ്യമില്ല. ഇനിയാണെങ്കിലും നമ്മൾ നാളത്തെ കഴിഞ്ഞ് പോകുന്നത് ഇന്റർലേക്കിലോട്ടാണ്. അവിടെയും ഈ മൗണ്ടൻസ് ഒക്കെ തന്നെയുണ്ട്. പിന്നെ മൗണ്ടനിലാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചത്. എങ്കിലും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം സിറ്റി നമ്മളിങ്ങനെ കുറേ യൂറോപ്പിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ. എല്ലായിടത്തും ഒരേപോലെ അല്ല, എന്നാലും സിമിലർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ സിറ്റി നടന്ന് കാണാനും അത്ര വലിയ സുഖം ഉണ്ടാവില്ല. അപ്പം ഇതാണെങ്കിൽ പെർഫെക്റ്റ്. നടക്കുകയും വേണ്ട, കാണുകയും ചെയ്യാം. അങ്ങനെ സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇനിയിപ്പം ഈ ബോട്ട് എവിടെ പോയി ഇറക്കും എന്ന് കണ്ടുപിടിക്കണം. വെഗീസോ അങ്ങനെ തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. അങ്ങനെ ഒരു സ്ഥലം ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ അത് കണ്ടപ്പോൾ അവിടെ ഇറങ്ങണം, അവിടെ നിന്ന് പോയാൽ ഏതായിരിക്കും നല്ലതെന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം പറഞ്ഞത് ഈ മൗണ്ട് റിജി അതിൻ്റെ തൊട്ട് താഴെയാണ്. അപ്പോൾ ആ മൗണ്ട് മണി കയറിക്കോ, അത് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ബോട്ടങ്ങ് എടുത്തു. ഇനിയിപ്പം പോയി എത്തിക്കുന്നത് എവിടേക്കാന്ന് അറിഞ്ഞൂടാ. എവിടെയാണെങ്കിലും കുഴപ്പമില്ല, നല്ല കാഴ്ചയാണ്. എനിക്കൊരു അറിയില്ല. 4 മണിയൊക്കെ ആയിട്ടില്ല. ഫോണിൽ ചാർജ് ഉണ്ടായാൽ മതിയായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ കഷ്ടകാലത്തിന് ചാർജ് ഒന്നും കൊണ്ടുവന്നില്ല. ഉണ്ടെങ്കിലും എവിടെയെങ്കിലൊക്കെ വെച്ച് ചാർജ് ചെയ്യായിരുന്നു. 30% ഉണ്ട്. കാരണം നമ്മുടെ സ്വിസ് ഫസ്റ്റ് ഇതിനകത്താണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ എന്നാലും ഇതൊക്കെ പിന്നെ എന്താ പറയുക, തിരിച്ച് എങ്ങനെ കിട്ടും ഈ വീഡിയോകളൊക്കെ. മൗണ്ട് റിജിയുടെ ടോപ്പിൽ വന്ന് നോക്കണേ. കേട്ടോ, പറഞ്ഞിട്ട് വ്യൂ അങ്ങനെ പ്രതീക്ഷിക്കാതെ എത്തിയ ഒരു ലൊക്കേഷനായിരുന്നു മൗണ്ട് റിജി. ഇതേ ട്രെയിൻ തന്നെ തിരിച്ച് എന്താണ് വിൻസാവോ ഞാൻ തോന്നുന്നു അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അവിടെ നിന്നാണ് വന്നത്. നമ്മുടെ ബോട്ട് അവിടെ കൊണ്ടാണല്ലോ ഇറക്കിയത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പുറത്തിറങ്ങി തിരിച്ച് ലുസോണിലേക്ക് പോവാം എന്ന് പറഞ്ഞ് നോക്കിയപ്പം ഈ മൗണ്ട് റിജിയിലോട്ട് പോകുന്ന അങ്ങനെ ഒരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതേ ട്രെയിനിൽ വന്നിട്ട് റിജി കുൽമു എന്ന് പറഞ്ഞൊരു ഏറ്റവും ടോപ്പിൽ വന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറേ നേരം ഇവിടെ നിൽക്കാം. ഞാൻ ജസ്റ്റ് ഇറങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ച് നമ്മുടെ വിൻസാവ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തും. അവിടെ നിന്ന് ഇനി ലുസോണിൽ പോകാനുള്ള വഴി കണ്ടുപിടിക്കണം. അങ്ങനെ ഇന്നത്തെ ഡേ ലൈക്ക് ലാസ്റ്റ് വിസിറ്റിംഗ് പ്ലേസാണ് ഇന്നത്തെ ഡേയിൽ. ഇനിയിപ്പോൾ തിരിച്ച് ട്രെയിനും ബസ്സും ഒക്കെ പിടിച്ച് പതുക്കെ വീടെത്തണം. കണ്ടോ, ഞാനിങ്ങനെ ട്രെയിൻ വിടുന്ന വരെ കുറച്ച് സീൻസ് ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് കൊള്ളാം കേട്ടോ. എന്ത് ഭംഗിയല്ലേ. എവിടെ നോക്കിയാലും ഈ പറഞ്ഞ പച്ചപ്പും ഹരിതാപയെന്നൊക്കെ പറയുന്നത് വരച്ച് വെച്ചേക്കണ പോലെ. അതോ ഇത് നോക്കിയിട്ടാണോ വരയ്ക്കണാവോ? സോ ഇതെൻ്റെ ഡേ 2 ആണ്. എൻ്റെ ഹോട്ടൽ ഇതേണ്ടേ അവിടെ കാണുന്നില്ല ആ ബിൽഡിങ്, അതാണ് ബസ് സ്റ്റോപ്പ് നേരെ ഓപ്പോസിറ്റ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ബസ് നമ്പർ 280 പിടിച്ചിട്ട് ബാർ സ്റ്റേഷനിൽ പോകണം. എന്നിട്ട് അവിടെ നിന്ന് ലുസോണിലോട്ട് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. ലുസോണിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകണം. അതിൻ്റെ പേര് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് മൗണ്ട് പിലാറ്റസ്. അപ്പോൾ അവിടെ ഒരു ഉച്ചവരെയൊക്കെ ഒന്ന് കറങ്ങി മുകളിലൊക്കെ പോയി കോക്ക് വീൽ അതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് സമയം അനുസരിച്ചിട്ട് റിവർ റൈൻ കാണാൻ പോകണം. അത് വേറെ ട്രെയിൻ പിടിച്ച് പോകണം. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. ഇനി ബസ് ഓഫർ പോയി നോക്കി. ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം അടിപൊളിയാണ്. നമുക്ക് ഒരുവിധം പ്ലാന് ChatGPTയിലോ അങ്ങനെ നോക്കി ഉണ്ടാക്കിയിട്ട് പിന്നെ SPP ആപ്പിൽ പോയിട്ട്
ട്രെയിൻ ടൈമിംഗ് ഒക്കെ കണ്ടുപിടിച്ച് പ്ലാറ്റ്ഫോം നോക്കി അങ്ങനെ ആരെയും വലുതായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാം. സോ ഫാർ ഓൾ ഗുഡ്. ബൈ. ഹലോ, അപ്പോൾ നമ്മൾ അഗെയിൻ ബാർ ടു ലുസേണിലുള്ള ട്രെയിൻ ഡ്രൈവിലാണ്. ഇത് ഒരു 35 മിനിറ്റ്സോളം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് പോകേണ്ടത് മൗണ്ട് പിലാറ്റസിലോട്ടാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം ലുസേണിൽ നിന്ന് അൽപ്ന സ്റ്റഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. അപ്പം 2 ഓപ്ഷൻ തന്നായിരുന്നു. ഒരെണ്ണം ക്രൂസ് എടുത്തിട്ട് പോവാം, പക്ഷേ ക്രൂസ് നമ്മൾ ഇന്നലെ പോയതല്ല, അത് 1 അവർ എടുക്കും, സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് 16 മിനിറ്റ്. അപ്പം ഞാനിങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ChatGPT ഇങ്ങനെ ചോദിക്കുന്ന സ്ഥലത്ത് പോകാനായിട്ട് ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് പറയുമ്പോൾ അതുങ്ങൾ പറഞ്ഞു തരും. പക്ഷെ അത് മാത്രം നോക്കി നമ്മൾ ഇരിക്കരുത്. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞാൻ ആ SPB ആപ്പിൽ പോയിട്ട് ഇതിട്ട് കഴിഞ്ഞപ്പോഴത്തേനും 9:16 ഒരു ട്രെയിൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് 9:43. അതിൻ്റെ ഇടയിലുള്ള ട്രെയിൻ 1.5 മണിക്കൂർ എടുക്കും. അപ്പം നമ്മൾ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് അങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് അവിടെ ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് 9:08 ഇറങ്ങും. പെട്ടെന്ന് പ്ലാറ്റ്ഫോം 14 പോയിട്ടാണ് മറ്റേ ട്രെയിൻ എടുക്കട്ടെ. അപ്പം അങ്ങനെ മിസ്സാവാതെ അങ്ങനെ ക്വിക്കായിട്ട് കാര്യങ്ങൾ നടക്കുമല്ലോ. അങ്ങനെ പിന്നെന്താണ്, അവിടെ പോയിട്ട് ബാക്കി പറയാം കേട്ടോ. ബൈ. ഇതൊക്കെയാണ് നമ്മുടെ ട്രെയിൻ യാത്രയുടെ കാഴ്ചകൾ. ഇത് കോക്ക്വീൽ റെയിൽവേ ആണ്. മൗണ്ട് പിലാറ്റസ് അടിപൊളി. ഇപ്പോഴത്തെ നമ്മൾ മൗണ്ട് പിലാറ്റസിൻ്റെ മുകളിലെത്തി കേട്ടോ. എന്നിട്ട് ഇതൊരു പനോറമിക് വ്യൂ ഏരിയ ആണ്. തിരിച്ചുള്ള വ്യൂ കാണിച്ചത് കാണുന്നുണ്ടോ? ആ മല ഒന്ന് ക്ലൈംബ് ചെയ്യണം ഇനി. ആൾക്കാരൊക്കെ ക്ലൈംബ് ചെയ്യുന്നുണ്ടല്ലേ. ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ വന്നത് കോക്ക്വീൽ റെയിൽവേ കൂടെയാണ്. അത് കഴിഞ്ഞ് തിരിച്ചിനി അൽപ്പച്ചണ്ട്, അതായത് ലുസേണിൽ നിന്ന് അൽപ്പച്ചണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിയിട്ടാണ് അവിടെ നിന്നാണ് ഈ കോക്ക്വീൽ റെയിൽവേ പിടിച്ചത്. നമുക്കിത് തിരിച്ച് അതേ വഴി തിരിച്ചു പോവാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഇതില്ലേ കേബിൾ കാർ പോലത്തെ, അത് ഉപയോഗിച്ചിട്ട് ഇത് ഇവിടെ ഒരു വയറ് കാണുന്നില്ലേ, അത് നേരെ ലുസേണിൽ പോയി ഇറങ്ങും. അപ്പം അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അയ്യോ, മല നോക്കിയേ, താഴെയൊക്കെ ബ്യൂട്ടിഫുൾ. ഞാൻ മല കയറട്ടെ കേട്ടോ. കണ്ടോ, ഈ സ്റ്റെപ്പൊക്കെ കയറി വന്നിട്ട് ഉള്ള വ്യൂ ആണേ. കിതയ്ക്കാണ് സത്യം പറഞ്ഞാൽ. അത്ര വലിയ കയറ്റമൊന്നും ഇല്ലായിരുന്നു, ബട്ട് സം റീസൺ എനിക്കൊണ്ട് വെയിലും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് ഇത്തിരി എക്സോസ്റ്റഡായിപ്പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ. ശരിക്കും ഇവിടെയൊക്കെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എങ്ങനെയാണോ എന്തോ ബുക്ക് ചെയ്യുന്നത്. നല്ല എക്സ്പെൻസീവ് ആയിരിക്കും ഡെഫിനറ്റ്ലി. പക്ഷേ ഇവിടെ ആയിട്ടും അങ്ങനെ വന്ന് താമസിച്ചിട്ട് പോകുന്നവരുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എല്ലായിടത്തും ടച്ച് ചെയ്ത് പോകാമെന്നുള്ളൊരു എയിമോട് കൂടെ വന്നുകൊണ്ട് അത്ര നടക്കുന്നില്ല. ബട്ട് നൈസ്, റിയലി നൈസ്. അപ്പോൾ 3 മൗണ്ടൻ പോയി. മൗണ്ട് ഇത് പോയി, എന്താ ടിറ്റ്ലസ് പോയി ഇന്നലെ. അതിങ്ങനെ സ്നോ ബേസ്ഡ് ആയിട്ടായിരുന്നു. മൗണ്ട് റിജി വേറൊരു ആംബിയൻസ് ആയിരുന്നു. ഇത് ഇങ്ങനെ ക്ലൈംബിങ്ങിനും അങ്ങനെ ഒരു മഞ്ഞൊന്നുമില്ല ഇവിടെ, നല്ല വെയിലായിട്ട്.
ഈ മൗണ്ടനിലുള്ള ഡിഫറെൻറ്റ് ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നൊക്കെ വിചാരിച്ചേക്കാം. മൗണ്ട് പിലാറ്റസിലെ നൈസ്. ഓ, എന്ത് രസമല്ലോ. ലൈക്ക് അത്രയൊന്നും UK എഫേർട്ട് എടുക്കാതെ വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇത്. സം റീസൺ ഇതിങ്ങനെ എക്സ്പെൻസീവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി ഇരിക്കുമായിരുന്നു. പണ്ടേ വരേണ്ടതായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ദാസാ. ഇതുപോലൊരു ഭംഗിയൊക്കെ നമ്മളിപ്പോൾ ഒത്തിരി ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുന്നതിനെക്കാട്ടിലും ഇപ്പോൾ UK എന്ന് ജസ്റ്റ് ഡയറക്റ്റ് ഫ്ലൈറ്റ് പിടിക്കുക, ഇവിടെ വന്നാലും എല്ലാം അടുത്തടുത്ത് വിതിൻ 1 hour ഡ്യൂറേഷനിൽ ഇത്രയും ബ്യൂട്ടി. ഈ ബ്യൂട്ടി ലാൻഡ്സ്കേപ്പൊന്നും നമ്മൾ എത്ര കാശ് കൊടുത്താലും വാങ്ങാൻ കിട്ടാത്ത സാധനങ്ങളല്ലേ. ഈ പുറകിലത്തെ ലാൻഡ്സ്കേപ്പൊക്കെ കാണുന്നുണ്ടോ? സോറി, നിങ്ങളെപ്പോഴും എൻ്റെ തല മാത്രമായിരിക്കും കാണുന്നത്. കാരണം ഞാൻ ഒന്നാമത്തേനി ഒറ്റയ്ക്ക് വന്നതുകൊണ്ട്, ഒറ്റയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നത്തെ ഒരു പേടിയുണ്ടല്ലോ, എന്താ പറയുക, ഫോൺ കളഞ്ഞു പോരുത് അങ്ങനത്തെയൊക്കെ പേടികൾ കേട്ടോ. വേറെ സേഫ്റ്റിയൊന്നും ഒരു പേടിയും തോന്നിയില്ല സോഫാർ. അതുകൊണ്ട് ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാനും ഫോട്ടോ എടുക്കാൻ പറയാനും ഒക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങാനും ഫോണും കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ആപ്പീസ് കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം സേഫാന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ഫാമിലി പേഴ്സണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പിക്ചർ എടുക്കാൻ പറയുന്നല്ലാണ്ട് അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ തല മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അടിപൊളി സെറ്റപ്പാണ്. അടിപൊളി സെറ്റപ്പ്. അവിടെ ഇങ്ങനെ ദൂരെ ആൾക്കാർ നടക്കുന്നത് കാണുന്നില്ലേ? അവിടെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് സ്റ്റെപ്പ് എടുത്ത് താഴെ ഇറങ്ങിയിട്ട് ഈ ഓട്ടോ കാണുന്നില്ലേ? അതൊരു കേവാണ്. അപ്പം അതിൽ കൂടെ ഇങ്ങനെ നടന്ന് 10 minutes കൊണ്ട് ഇവിടെ വന്നിറങ്ങും. അപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിപ്പം തിരിച്ചിറങ്ങുന്നതിൻ്റെ ഇതായിട്ട് കേബിൾ കാർ എടുത്തിട്ട് മുകളിലോട്ട് വന്നത് മറ്റേ കോഗ്വീൽ റെയിൽവേ വഴിയാണ്. തിരിച്ച് ഇത് കേബിൾ കാർ. ഇത് പോയിട്ട് ഗ്രീൻ അങ്ങോട്ട് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്ന് നമുക്ക് ഡിസോണിലോട്ട് പോകണം. ഗൊണ്ടോളയും പിന്നെ ബസ്. ഇനി ഇത് കൊള്ളാം, അടിപൊളി ലാൻഡ്സ്കേപ്പിൽ. Jetzt wieder oben. Also ich habe etwa 4 Stunden gehabt. Ich habe zwar das Zeug ein bisschen früher schneller gesehen, aber nein, ja, also 4 Stunden hat man schon. Da wenig Schlangen. Ja. Und Dings mache ich irgendwie von Alpenland-Stadt. Okay. Ja. Pilates. Ja. Das schmeckt schön ein bisschen Opsi. Das ist dann schon an der Grenze, weil nachher... അങ്ങനെ ഇന്നലെ മുതൽ മലകൾ കണ്ടിക്കണം മടുത്ത് ഇരിക്കുമ്പം എന്തൊരു ചേഞ്ച് ഓഫ് സീനാണിത്. ഇത് റിവർ റൈൻ. ഞാനിങ്ങനെ ഇവിടെ വരണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനായിരുന്നു. കാരണം ഇന്ന് പോയ മൗണ്ടൻ ആണെങ്കിലും ഒക്കെ ഒരു ഡിഫറെൻറ്റ് റൂട്ടായിരുന്നേ. അപ്പം ഇങ്ങോട്ടേക്ക് എത്താൻ തന്നെ 2-2.5 മണിക്കൂർ എടുത്തായിരുന്നു. എങ്കിലും വിചാരിച്ചു ഇനിയിപ്പോൾ ഈ വഴി വരാൻ ചാൻസ് കുറവല്ലേ. കൊള്ളാം കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ പണ്ട് അതിരപ്പള്ളിയിലൊക്കെ പോകാറില്ലേ, ആ ഒരു ഇത് ഓർമ്മ വന്നത്, വെള്ളച്ചാട്ടം. ഇത് ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ്. ഇനി അവിടേക്കൊക്കെ നടക്കാൻ പറ്റും. അപ്പം കുറച്ചുകൂടെ ഒരു ഭംഗിയുള്ള വ്യൂ കാണാം. നല്ല അടിപൊളി കേട്ടോ. പക്ഷെ നല്ല വെയിലുണ്ട് ഇവിടെ, നിൽക്കാൻ പറ്റുന്നില്ല. ഈവനിങ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ശാന്താവും വിചാരിക്കുന്നു. ഇത് നോക്കിക്കേ. ഓ മൈ ഗോഡ്, ശരിക്കും കേട്ടോ ഈ സ്വിറ്റ്സർലാൻഡ് ഉണ്ടല്ലോ, ദൈവം ഭയങ്കര പാർഷ്യാലിറ്റി കാണിച്ചേക്കുക. കാരണം യൂറോപ്പിൽ ഒരു മിന്നായം പോലത്തെ ഒരു സ്ഥലമാണ്. ഈ ഫ്രാൻസും ഇറ്റലിയും സ്പെയിനും ഒക്കെ വെച്ച് നോക്കുമ്പം ഇതൊന്നുമില്ല. അവർക്ക് സത്യം പറഞ്ഞാൽ ചുറ്റോടിയിട്ടൊരു ബീച്ച് പോലും ഇല്ല. ബട്ട് സ്റ്റിൽ ആ ഉള്ളിടത്ത് ഒരിടവും ഇല്ല മോശം എന്ന് പറയാൻ. എന്തൊക്കെ ലൈക്ക് വെറൈറ്റി ഓഫ് ലാൻഡ്സ്കേപ്പാ. മലയ്ക്ക് മല,
പുഴയ്ക്ക് അത് എന്ത് ഭംഗിയാ, അത് നേച്ചറായിട്ട് അത് ബ്ലെൻഡ് ചെയ്തേക്കുന്നുണ്ടല്ലോ. ഓ മൈ ഗോഡ്, എന്തോരം കാണാൻ പറ്റുന്ന എനിക്കറിയാൻ പാടില്ല. ബട്ട് അമേസിങ്. ഇപ്പൊ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് നടന്നില്ല, ഇങ്ങനെ താഴോട്ട് ഇറങ്ങുവാ ഞാൻ. ഉണ്ടോ അതിന്റെ മുകളിലുള്ള മല നോക്കിക്കേ. ഓ, സ്വിറ്റ്സർലാൻഡിനെ വെറുതെ അല്ല എല്ലാവരും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ട് വെക്കുന്നത്. അടിപൊളി. ഇവിടെ കണ്ടോ ഇങ്ങനെ ബോട്ട് റൈഡൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ബോട്ട് റൈഡ് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മേ ബി ഐ വിൽ സേവ് ഇറ്റ് ഫോർ നയാഗ്ര. എന്തെങ്കിലുമൊക്കെ പിന്നീടത്തേക്കും വെക്കണ്ടേ. പക്ഷെ ഇത് കാണാൻ തന്നെ ഉണ്ട്. ഇതൊരു ചുറ്റും ഒരു റൗണ്ട് അടിച്ചിട്ട് അപ്പുറത്തെത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്തായാലും 2 മണിക്കൂർ ഇവിടെ ഉണ്ടാവും, അപ്പം ഇഷ്ടംപോലെ സമയം ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ ഈ സ്വിറ്റ്സർലാൻഡ് ഉണ്ടല്ലോ, കുറേ കൊല്ലങ്ങളായിട്ട് ഞാനിങ്ങനെ ഒത്തിരി ഐറ്റിനറികൾ ഇങ്ങനെ ഈ പാക്കേജ് ടൂർ ഉണ്ടല്ലോ, സ്റ്റാർ ടൂർസിൻ്റെ നോക്കിയിട്ടുണ്ട്, പിന്നെ വേറെ ഏതൊക്കെയോ ടൂറിൻ്റെ അങ്ങനെ പാക്കേജൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം അത് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ തപ്പി തപ്പി വരുമ്പോഴത്തേനും നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് ഈ രാജ്യത്ത് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തട്ടിപ്പാണല്ലോ, ഇത് ചുമ്മാ ഇവിടെ ഇത്തിരി നേരം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഇതിലും വേർത്തായിട്ട് നമുക്ക് തന്നെ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്കാണ് തനിച്ച് വരാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ സേഫാണോ, ഒറ്റയ്ക്കായാൽ കൂടുതൽ എക്സ്പെൻസീവ് ആവും, കാരണം യാത്രകൾക്ക് നല്ല ചിലവുണ്ട് ഇവിടെ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു പാക്കേജ് ആകുമ്പോൾ പിന്നെ അവർ ബസ്സിലങ്ങനെ കൊണ്ടുപോയിക്കോളും, ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയ. എന്നിട്ടും ഞാനിങ്ങനെ ഈ കഴിഞ്ഞ ഡിസംബറിൽ നോക്കിയായിരുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇവിടെ കൂട്ടൊക്കെ തപ്പിക്കഴിഞ്ഞപ്പം എല്ലാവർക്കും പോകാൻ ആഗ്രഹമുണ്ട്. ഫ്രണ്ട്സ് കുറച്ച് പേർക്കൊക്കെ ചോദിച്ചവരോട്, പക്ഷെ എല്ലാവരും ഒത്തിരി എക്സ്പെൻസീവ് അല്ലേ, പിന്നെ ഒറ്റയ്ക്ക് വരാൻ വയ്യ, ഫാമിലി ആയിട്ട് പോകണതല്ലേ. അപ്പോൾ എല്ലാവർക്കും കൂടെ ഇതാകുമ്പം മിനിമം ഒരു 1500 1800 ആവുന്നുണ്ട് പൗണ്ട്. അപ്പോൾ അത്രയ്ക്കും ചിലവാക്കാൻ വയ്യ എന്ന് വെച്ചാൽ ഒരാൾക്ക് വരുമ്പം ടൈംസ് 4 ആകുമ്പം 5000 ഒക്കെ ഈസിലി ആവത്തില്ലേ. അപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യത്തിന് വേണ്ടി അത്രയ്ക്കും ചിലവാക്കണോ എന്നൊക്കെ ആലോചിച്ച് ആൾക്കാർ കൺഫ്യൂഷൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പം ജസ്ല എന്നോട് പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ പോകണം, അതല്ലാതെ അവരുണ്ടോ ഇവരുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. ജസ്ല എന്തായാലും ഇല്ലെന്ന് പറഞ്ഞു, കാരണം ഈ ഇവിടെ എല്ലാം നല്ല എക്സ്പെൻസീവാണ്, ഈ ഫുഡും കാര്യങ്ങളൊക്കെ. വെറുതെ ഒരു ക്രൊസാന്തും ചായയും മേടിച്ച് കുടിക്കണമെങ്കിൽ പുറത്തുനിന്ന് 15 പൗണ്ടാവും എന്നൊക്കെയാണ്. അത് പൊതുവെ ഇവിടെ മാത്രമല്ല കേട്ടോ, ഫ്രാൻസ്, ജർമ്മനി അങ്ങനെ രാജ്യങ്ങളിലൊക്കെ സിറ്റി ഇതിന് വരുവാണെങ്കിൽ ആ റേറ്റാണ്. അപ്പം നമ്മൾ കുറേയൊക്കെ യൂസ്ഡ് ആയിട്ടുള്ളത് ഇപ്പം ഈ ഫ്രാൻസിൽ തന്നെ കുറേ ദൂരെയുള്ള ടൗണുകളൊക്കെ ഇല്ലേ, അവിടെ ഇങ്ങനെ അതായത് മെയിൻ സ്ഥലങ്ങളൊന്നുമല്ല, പാരീസ് അങ്ങനെയൊന്നുമല്ല, ഇത്തിരി മാറി. അല്ലെങ്കിൽ സ്പെയിനൊക്കെ ഇത്തിരി ചീപ്പറാട്ടോ. ഈ ജർമ്മനി ഒന്നും പോകാൻ അറ്റംപ്റ്റ് ചെയ്യാത്തതിന് ഇതുകൊണ്ടായി. വിത്ത് ഫാമിലി 4 ആളും കൂടെ പോകുമ്പം ഭക്ഷണം കഴിക്കൽ തന്നെ ഒരു വലിയ ചിലവ് വരും, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സ്റ്റിൽ ഇങ്ങനെ എൻ്റെ മനസ്സിൽ സ്വിറ്റ്സർലാൻഡിൽ പോകണം എന്നങ്ങനൊരു ആഗ്രഹം ഇങ്ങനെ കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തി കഴിഞ്ഞപ്പം സൂറിച്ചിലോട്ട് അപ്പ് ആൻഡ് ഡൗൺ ജസ്റ്റ് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നു. ആ ടിക്കറ്റാണ് ഞാൻ പറഞ്ഞത് 2 പൗണ്ടിന് കിട്ടിയെന്ന്. അത് ഞങ്ങളുടെ മറ്റേ ഏവിയോസ് പോയിൻ്റ് എന്ന് പറയും ഇവിടെ. ഏവിയോസ് പോയിൻ്റ് ഉണ്ടാക്കുന്നത് അതായത് നമ്മളിപ്പോൾ സെയിൻസ്ബറിയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങും. സെയിൻസ്ബറി ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണ്. അപ്പം നമുക്ക് നെക്ടർ പോയിന്റിൽ നിന്ന് പോയിൻറ്റ്സ് കിട്ടും. ആ പോയിൻറ്റ്സ് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഏവിയോസ് പോയിൻ്റ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ MX ഇവിടുത്തെ ഒരു ക്രെഡിറ്റ് കാർഡാണ്, അമേരിക്കൻ എക്സ്പ്രസ്. അപ്പോൾ അതിൻ്റെ നമ്മൾ കറക്റ്റ് ഉള്ളത് വാങ്ങിയിട്ട് അതിൽ സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ മന്ത്ലി പേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് വെച്ചിട്ട് അത് കൺവേർട്ട് ചെയ്ത് ഏവിയസ് പോയിൻ്റ് ആക്കി, അങ്ങനെ എൻ്റെയും ജസലിൻ്റെയും ഒക്കെ കമ്പൈൻ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു കാൽക്കുലേഷനൊക്കെ നടത്തി അങ്ങനെ ഈ 2 പൗണ്ടിന് ടിക്കറ്റ് കിട്ടി. അപ്പോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ബുധനാഴ്ച പോയിട്ട് പിറ്റത്തെ ചൊവ്വാഴ്ച വരുന്ന പോലെ അങ്ങനെയാണ് ടിക്കറ്റ് എടുത്തത്. അപ്പം ഞാനീ തന്നെ സംസാരിച്ചുകൊണ്ട് കിടക്കുമ്പം ഇവിടെയുള്ള ആരെങ്കിലും വിചാരിക്കുക എനിക്ക് അരവട്ടാണെന്ന്, എന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് എന്തുണ്ടായി, പിന്നെ നമ്മളിങ്ങനെ 2 സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു. എനിക്ക് പെട്ടി പ്രമാണം കൊണ്ട് ലോകം മുഴുവനും നടന്ന് പെട്ടി ഇങ്ങനെ വഴി വെച്ച് പിന്നെ അടുത്ത സ്ഥലത്ത് പോയി. അത് എനിക്ക് ഇത്തിരി കംഫർട്ടബിളായിട്ട് നിൽക്കണം എന്നുണ്ടായിരുന്നു. അതേസമയം കാഴ്ചകളൊക്കെ കാണണം എന്നുണ്ടായിരുന്നു. അങ്ങനെ റിലാക്സ് ചെയ്യാനല്ല ഞാൻ വന്നത് ഇവിടെ, ഡെഫിനറ്റ്ലി അല്ല, കാഴ്ച കാണാൻ തന്നെയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ലുസേണിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേ തപ്പിയത്. എന്നിട്ട് ലുസേൺ ഈ പറഞ്ഞ പോലെ കുറേ എണ്ണത്തിൻ്റെ
ഒരു മിഡിൽ ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് ലുസേൺ അങ്ങനെ കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ടോ നിങ്ങൾക്ക് വാട്ടർഫോൾ കാണുന്നുണ്ടോ? അത് കഴിഞ്ഞ അവിടെ നിങ്ങൾ തപ്പി വന്നപ്പം ആണ് BAAR കേട്ടോ. അവിടെയാണ് ഞാൻ ഫസ്റ്റ് 3 days താമസിച്ചത്. ഇനി നാളെ, അതായത് ബുധനാഴ്ച രാത്രി, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച രാത്രി ഇവിടെ താമസിച്ചു. ശനിയാഴ്ച രാവിലെ ചെക്കൗട്ട് ചെയ്തിട്ട് ഇൻ്റർലേക്കൻ്റെ അടുത്ത് ബീച്ചംബർഗ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇൻ്റർലേക്കനിൽ പോയിട്ട് അവിടെ നിന്ന് മാറി കയറണം. അത് ബസ്സും ട്രെയിനൊക്കെ ഭയങ്കര ഈസിയാണ് ഇവിടെ, വലിയ കുഴപ്പമൊന്നുമില്ല, മാനേജബിളാണ്. അപ്പം പിന്നെ പെട്ടി ഒരെണ്ണല്ലേ ഉള്ളൂ, അതും 4 വീലുള്ള പെട്ടി ഞാൻ തവണ ബോധപൂർവ്വം എടുത്തായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം ആ പെട്ടിക്കകത്ത് ഏതാണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അത് മാറ്റേണ്ട മടിക്ക് ഞാൻ 2 വീലുള്ളത് എടുത്തിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടിയായിരുന്നു. ഈ എയർപോർട്ടിൽ നിന്ന് ബാംഗ്ലൂരൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പം സാധനം ഇറക്കി പിടിക്കുക. അപ്പം ഞാൻ അതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ 4 പെട്ടിയുടെ വീല് ആൾക്കാർ ഒരു ആർഭാടമാണെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്കത് മനസ്സിലായി, അതൊരു ആർഭാടം എല്ലാവരും ആവശ്യമാണെന്ന്. എസ്പെഷ്യലി മറ്റേത് നമ്മൾ ഈ പെട്ടി കൊണ്ട് ഇതിലിടുന്നു, നേരെ കൊച്ചിയിലെടുക്കുക, അങ്ങനെയാണെങ്കിൽ 4 വീലിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ബസ്സും ട്രെയിനൊക്കെ മാറി കയറണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നൈസ് ടു ഹാവ്. അതങ്ങനെ. എന്നിട്ട് പിന്നെ ഞാൻ ഈ റൈൻ വാട്ടർഫോളിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ സാധാരണ ഈ സ്റ്റാർ ടൂറിസ്റ്റിലൊക്കെ നമ്മൾ വന്നിറങ്ങണമെന്നുണ്ടല്ലോ, അന്ന് തന്നെ ഒരു 1 ഓഫ് ഐറ്റിനറിയിൽ പറയാറുള്ളതാണ്, ആദ്യം തന്നെ സൂറിച്ചിന്ന് റൈൻ വാട്ടർഫോളിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി എന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ആക്ച്വലി സൂറിച്ച് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനാ പിന്നെ ഈ വഴി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് അവരത് തീർത്ത് വയ്ക്കുന്നത്. മാത്രമല്ല കാണാനുണ്ട്. ഒരു വന്നിറങ്ങുന്ന ദിവസം വേറെ വലിയ കാര്യങ്ങളൊന്നും പറ്റിയില്ലെങ്കിലും അവർക്കാവുമ്പോൾ ബസ്സൊക്കെ ഉണ്ടാവുമല്ലോ, ഈ സ്റ്റാറിനല്ല വേറെ ഏത് ടൂർ പാക്കേജ് ആണെങ്കിലും കേട്ടോ. അപ്പം ബസ്സൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എളുപ്പമല്ലേ, ഇതിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ഇറക്കി പിന്നെ നേരെ സൂറിച്ച് കൊണ്ട് തിരിച്ചിറക്കി വിടും. എന്നിട്ട് ആ ഡേ ഫുൾ സൂറിച്ച് ടൗൺ കാണാം, രാത്രി അവിടെ അക്കോമഡേഷൻ, ആ രീതിയിലൊക്കെയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ബാർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞാൻ ലുസേൺ വന്നു. ലുസേണിൽ നിന്ന് ഞാൻ മൗണ്ട് ടിറ്റ്ലസ് പോയി, പിലാറ്റസ്. ഈ മൗണ്ടനുകളൊക്കെ നമ്മളിതൊന്നും കേട്ടിട്ടല്ലല്ലോ വളർന്നതൊന്നും. നമുക്ക് മറ്റേ മാള, ചാലക്കുടി, ഞാലക്കുട അതൊക്കെ പറയാനാണല്ലോ അറിയുള്ളായിരുന്നു ഒരു കാലം വരെ. അപ്പോൾ പെട്ടെന്ന് ഈ സ്വിറ്റ്സർലാൻഡിൽ വരുന്നതിന് പ്രമാണിച്ചിട്ടാണ് ഞാൻ ഇവിടുത്തെ മൗണ്ടൻ്റെ പേരൊക്കെ പഠിച്ചത്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്ലോ ആവുന്നത് ഞാൻ ആലോചിക്കുന്നതാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതായത് പേരാലോചിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പോയത് മൗണ്ട് പിലാറ്റസ്, ഇന്നലെ പോയത് മൗണ്ട് ടിറ്റ്ലസും, വൈകുന്നേരം ആക്സിഡൻറ്റിൽ എത്തിപ്പെട്ടത് മൗണ്ട് റിജീഡുമാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ വായിച്ചു നോക്കിയപ്പം എല്ലാം കൂടെ പോകേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒരെണ്ണം കവർ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റിജി എനിക്ക് കവർ ചെയ്യാൻ പ്ലാൻ ഉണ്ടായില്ല, അത് ഞാൻ ആക്സിഡൻറ്റിൽ എത്തിപ്പെട്ടതാണ്. പക്ഷേ ഈച്ച് വൺ അതിൻ്റേതായ രീതിയിൽ വ്യത്യാസമായിരുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല ഈ ഇതില്ലേ നമ്മൾ പോയ രീതി ഉണ്ടല്ലോ, മുകളിലോട്ട് കയറിയ രീതി ഞാൻ ചേഞ്ച് ചെയ്തിട്ടെടുത്തു. അതായത് ഒരെണ്ണം ഞാൻ മറ്റേ ഒരു വേ ഓഫ് ട്രാൻസ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വേറെ ഒരെണ്ണം വേറെ വേ ഓഫ് എടുത്തു. അങ്ങനെ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു ചേഞ്ച് ഓഫ് സീൻ വേണമല്ലോ. പിന്നെ മൗണ്ട് ടിറ്റ്ലസിലാണെന്നുണ്ടെങ്കിൽ ഐസൊക്കെയാണ്, ഐസ് ബേസ്ഡാണ്. ഇന്നിപ്പം നല്ല വെയിലായതുകൊണ്ട്, മീൻസ് ഇന്നലെ നല്ല വെയിലായതുകൊണ്ട് അങ്ങനെ ഐസ് എന്ന് പറയാനില്ലെങ്കിൽ അവിടെ മുകളിൽ ഐസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതാണ് ഇന്നത്തെ ഒരു മൗണ്ടൻ ക്ലൈംബിങ്ങും കേവ്, അതായത് ഐസില്ലാത്ത കേവ്. ഇന്നലെ ഐസിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ കേവ് അവരുണ്ടാക്കി വെച്ചത് കൂടെയൊക്കെ നടന്നു. പിന്നെ റിജീതൊന്നും അല്ലാതെ, മൗണ്ട് റിജീതൊന്നും അല്ലാതെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് 3 ഇഷ്ടപ്പെട്ടു, ഒരു നഷ്ടബോധവും ഇല്ല. അവിടെ പോയെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഇതിനകത്ത് ഈ ലുസേൺ സിറ്റിയിൽ ഞാൻ കുറച്ചേരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തു പറയാൻ പറ്റില്ല. ഇന്നിപ്പം ഞാൻ ചെന്നിറങ്ങുന്ന സൂറിച്ചിലാണ്, അതുകൊണ്ട് മേ ബി 1 അവർ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ വേണമെങ്കിൽ പോകാം, അല്ലെ ഹോട്ടലിൽ എത്തിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഭയങ്കര ചൂടാണ് അവിടെ. ആണെങ്കിൽ ഫാനും ഇല്ല, എ സിയും ഇല്ല റൂമിനകത്ത്. ഒരു സിംഗിൾ ബെഡ് അക്കോമഡേഷനാണ്. കാര്യം വലിയൊരു സ്ഥലത്തിലൊക്കെയാണ്, പക്ഷേ ഭയങ്കര വെയിലായതുകൊണ്ട് ഇത് വരുന്നില്ല, കാറ്റ് വരുന്നില്ല, ആ ഒരു ഇതാ. പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു ഞാൻ സ്ലോ ചെയ്തതേ. ഇവിടെ ഒത്തിരി ഇന്ത്യൻസൊക്കെ ഉണ്ട്, അപ്പം മലയാളികളാണോ എന്നൊരു സംശയം നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ലേ. മലയാളികളാണെങ്കിൽ നമ്മൾ പറയുന്നത് ഓവർ ഹിയർ ചെയ്യുകയാണെങ്കിൽ, അതുകൊണ്ടാട്ടോ. എനിവേ ഞാനപ്പോൾ ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് നോക്കാം എന്താ ചെയ്യാൻ പറ്റുമെന്ന്. ബൈ. ഇതേ ഞാൻ ഈ റൈൻ വാട്ടർഫോളിൻ്റെ ഒരു അറ്റത്ത് വന്നതാണ്. ഇപ്പം ജസ്റ്റ് ഇവിടെ മാത്രമുള്ള സീൻ നോക്കുമ്പം നമ്മുടെ പുത്തമ്പേലിക്കരയുടെ ഒരു ലുക്ക് തോന്നുന്നുണ്ടോ? അത് എനിക്ക് തോന്നിയതാണോ? കണ്ടോ, എനിക്ക് തോന്നിയിട്ട് ഭയങ്കരമായിട്ട് പണ്ടത്തെ ഒരു പുത്തമ്പേലിക്കര പാലമൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു സീൻ കണ്ടോ. ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്നുണ്ട്.
റോഹനെയും ആരവിനെയും കൊണ്ടുവരുന്നെങ്കിൽ അവന്മാരെ ഒരു സ്വിമ്മിങ് ഷോർട്ട്സ് തൊട്ട് ഇറക്കി വിട്ടായിരുന്നെങ്കിൽ അവന്മാരിവിടെ ആർമാദിച്ചേനെ. അതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അതർ സൈഡ്. ഞാൻ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് ഓർത്തിട്ട് ഞാൻ നടന്നു തുടങ്ങിയത്. ഇനി ഏതിൽ കൂടെ പോയി അവിടെ എത്തുമെന്നാണ്. തിരിച്ചത്രയും വഴി നടക്കാൻ വയ്യ. ഈ റൗണ്ട് അടിച്ചിട്ട് പോയാൽ എത്തുവാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഇത്രയും വഴി അങ്ങനെ റൗണ്ട് അടിച്ച് തിരിച്ചു പോകണം. ഇനി നോക്കാം. അങ്ങനെ ഇവിടെ ആക്ച്വലി കുറച്ചും കൂടെ ഒരു ശാന്തതയും സമാധാനം ഉണ്ട് കേട്ടോ, ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം. അപ്പം ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ ഒരു രസമുണ്ട്. ഞാനിന്നിപ്പോൾ ആലോചിക്കായിരുന്നു, ഇതിപ്പോൾ ഞാൻ പിള്ളേരെയും ജസ്റ്റിലൊന്നും വന്നില്ലല്ലോ, അവരോട് ഉണ്ടായിരുന്നെങ്കിൽ ചില സമയത്ത് എനിക്ക് തോന്നുന്നു അവരില്ലാത്ത നന്നായിരുന്നു. കാരണം ഇപ്പം ഹോട്ടലിൽ തന്നെ സാധാരണ നമ്മൾ UK ഹോട്ടലുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, യൂറോപ്പിൽ പലയിടത്തും ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ലാവിഷായിരിക്കും. മിൽക്ക്, സീരിയൽസ്, ഫ്രൂട്ട്സ്, പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ക്രോസാന്ത്, സോസേജസ്, ബേക്കൺ. അപ്പം ഈ റോഹനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ പറയാം, അവർ നമ്മുടെ പേര് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും. അതുമാതിരിയാണ് ഈ ബഫേ കിട്ടുന്നതല്ലേ. അപ്പം ലാവിഷായിട്ട് ഇങ്ങനെ കഴിക്കാറ്. ഇവിടെ ഞാനത് ഓൾറെഡി വായിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ദാരിദ്ര്യമാണ്. ഈവൺ അവർ പാലും ചായയൊക്കെ വെച്ച് അങ്ങനെ കണ്ടാൽ തന്നെ ഒരു ഗ്ലാസ്സിൽ കൂടുതൽ നിങ്ങൾ എടുക്കരുത്. എന്നിട്ട് ആ ജ്യൂസിൻ്റെ ആണെങ്കിൽ ഒരു പീക്കിരി ഒരു ഗ്ലാസ്, അതാകെ ഒരു ടൈപ്പ് ജ്യൂസ്, പിന്നെ മിൽക്ക്, കുറച്ച് സീരിയൽ. ഞാൻ തൊട്ട് പോലും ഇല്ല. ഞാൻ ആകെ 2 ഗ്ലാസ് കാപ്പി കുടിച്ചു. കാപ്പി ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് കേട്ടോ 2 കുടിച്ച്. അത് കഴിഞ്ഞ് ചായയുടെ അവിടെ ചൂടുവെള്ളം മറ്റേ ടീ ബാഗും വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് ടീയുടെ ഏതാണെന്ന് മനസ്സിലായില്ല. ഈ ഫ്ലേവേർഡ് ടീ എനിക്ക് രാവിലെ വലിയ താല്പര്യമില്ലല്ലോ, ഒന്നാമത്തെ കാപ്പിയും കുടിക്കുന്നതാണല്ലോ. അല്ലെങ്കിൽ ഞാൻ ചായ കുടിച്ചേനെ. പിന്നെ ക്രോസാന്ത് അങ്ങനത്തെ ഒന്നുമില്ല. ആകെ ബ്രെഡ് ഉണ്ട്, ഈ ഡാർക്ക് ഇത്തിരി കട്ടിയുള്ള ബ്രെഡ്, കുറച്ച് ടൈപ്പ് ജാമുകൾ, പിന്നെ എന്തോ ഒരു ചീസ്, പിന്നെ ഈ ഹാമിൻ്റെ സ്ലൈസസ് പോലെ. അതല്ലാതെ നമുക്ക് പറ്റിയത് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഞാനപ്പോൾ ഒരു കഷ്ണം ബ്രെഡും എല്ലാ ജാമിനും ഒരു തുള്ളി എടുത്തു. ഹണി ഉണ്ടായിരുന്നു, അതും ഒരു തുള്ളി എടുത്തു. ഈ കാപ്പി കൂട്ടി അത് കഴിച്ചു. പിന്നെ 2 കുഞ്ഞു ഗ്ലാസ് ജ്യൂസ് കുടിച്ചു. പിന്നെ ഒരു ബനാന ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രൂട്ട്സും. അങ്ങനെ ആകെ ഒരു ദാരിദ്ര്യമാണ് ഇവിടെ. ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി. അത് കഴിഞ്ഞ് പുറത്തുനിന്ന് ഞാനങ്ങനെ കെഫിറ്റേരിയന്നൊന്നും ഇതുവരെ ഒന്നും വാങ്ങി കഴിച്ചില്ല. ആകെ ഞാൻ ഇന്നലെ മാത്രം നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിൽ മീൽസ് കിട്ടുമല്ലോ, ഈ സാൻഡ്വിച്ച്, മറ്റേ ക്രിസ്പ്, ജ്യൂസ്, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഇന്നലെ അതും നമുക്ക് പറ്റിയ പോലത്തെ ഒന്നും എനിക്ക് പറ്റിയ പോലത്തെ ഒന്നും ഞാനങ്ങനെ കണ്ടില്ല. അത് ഞാൻ ആകെ കണ്ടത് ഒരു ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെക്ഡോണൾഡ്സിൻ്റെ പോലത്തെ ഒരു ഫോർമാറ്റാണ്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു. ഈവൻ ഞാനങ്ങനെ കണ്ടില്ല കേട്ടോ. ഈവൻ ചെയിൻസ് ഇല്ലേ, ഈ KFC, മെക്ഡി, അതൊന്നും അങ്ങനെ കണ്ടില്ല ഇവിടെ. പുറത്തൊന്നും വേണമെങ്കിലൊക്കെ വാങ്ങാമായിരുന്നു. പക്ഷെ എനിക്കാണെ ഒരു വാല്യൂ ഫോർ മണി ആയിട്ടും തോന്നിയില്ല. പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനോട് ഒരു താല്പര്യം തോന്നിയില്ല. പിന്നെ മനസ്സിലങ്ങനെ കിടപ്പുണ്ടായിരുന്നു ഇവിടെ ഭക്ഷണത്തിന് കാശ് കൊടുത്ത് ഇതായിരുന്നു. ഞാൻ വേറെ എക്സ്പീരിയൻസസിനൊക്കെ ഞാൻ പേ ചെയ്തായിരുന്നു, മറ്റേ മൗണ്ടൻ്റെയും ട്രെയിനിൻ്റെയും അതൊക്കെ കൂടെ ആകുമ്പോൾ തന്നെ. അപ്പോൾ ആകെ നമുക്കൊരു ഇത്തിരി പിടിക്കാൻ പറ്റുന്നത് ഈ ഫുഡിലാണ്. അപ്പം അങ്ങനെ ഞാനൊരു മിനിമലിസ്റ്റിക്കിലാണ്. എന്നിട്ട് പിന്നെ ഇന്നലെ അവിടുന്ന് കുറച്ച് യോഗേർട്ട്, 2 ജ്യൂസ്, അത് അങ്ങനത്തെ നമ്മൾ ഈവൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു നേരം കഴിക്കാനുള്ളത് മേടിച്ചു. അതിനകത്തുനിന്ന് ഇപ്പം ക്രിസ്പി ഞാൻ പൊട്ടിച്ചില്ലായിരുന്നു, ഇത്തിരി വലിയ പാക്കറ്റ്. അത് എനിക്ക് ഇന്നലെ കഴിക്കാൻ തോന്നിയില്ല, മേടിച്ചു എങ്കിലും കഴിച്ചില്ല. പിന്നെ ഒരു ജ്യൂസ് ഇന്നലെ കുടിച്ചത് ആ ചിക്കൻ എന്ന് പറഞ്ഞില്ല, അത് ബാഗറ്റിൻ്റെ ഉള്ളിൽ അത് വെച്ചതായിരുന്നു. അത് ഇന്നലെ വിശന്നില്ല. ഞാൻ അതിന് പകരം വേറൊരു റാപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ വെച്ച്. അത് ഇന്നലെ കഴിച്ചു. ഇപ്പോൾ ചിക്കൻ ഇന്ന് ഉച്ചയ്ക്ക് പകുതി ഒരു 11 മണിയായപ്പോൾ കഴിച്ചു. കേട് വന്നിട്ടൊന്നുമില്ല, പക്ഷേ ഒരു ടേസ്റ്റ് ഇല്ല, ഒരു വികാരമില്ലാത്തൊരു സാധനം. പിന്നെ മീറ്റും അല്ലേ, എങ്ങാനും ചീത്തയായെങ്കിലോ എന്നുള്ളൊരു ഇത്. പിന്നെ എനിക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ ചീത്തയായാലും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചേനെ. പകുതി ഞാൻ കളഞ്ഞു. അങ്ങനെ അതാണ് ഈ ഔട്ട്സൈഡ് ഫുഡ് എന്ന് പറയാം. അപ്പം അത് പിള്ളേർ സ്ട്രഗിൾ ചെയ്യും. അമ്മമാർക്ക് ഇത്തിരി അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇത്തിരി അതായത് ചൂസ് ചെയ്യണം അവർ. ഇത്തിരിയല്ല കഴിക്കുന്നത് കുറച്ച് സാധനമുള്ളൂ, പക്ഷെ അവർക്ക് നല്ല ഇതായിട്ട് വേണം. അതിപ്പോൾ മെക്ഡോണൾഡ്സ് ആണെങ്കിൽ വളരെ ഹാപ്പിയാണ്. പക്ഷേ ഇവിടെ അതുപോലും ഇല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്കൊരു ഇത്. പക്ഷെ ഇന്നലെ എന്നിട്ട് മൗണ്ടൻസ് ഒക്കെ പോയപ്പോഴും ഇന്നലെ അങ്ങനെ തോന്നില്ല. പക്ഷെ ഇന്നിങ്ങനെ മൗണ്ട് പിലാറ്റസിൽ പോയി കഴിഞ്ഞപ്പം ഈ മറ്റേ റെയിലും ഇതും എന്താ പറയുക, കോഗ്വീൽ റെയിൽവേ, പിന്നെ തിരിച്ചിങ്ങോടേക്ക് മറ്റേ നമ്മുടെ ഇതില്ലേ കേബിൾ കാർ പോലത്തെ അതൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ മൗണ്ടൻ ക്ലൈമ്പിങ്ങിന് സ്റ്റെപ്സൊക്കെ ആയിട്ട് പിന്നെ ഒരു കേവ് ഉണ്ടായിരുന്നു, അതിൽ കൂടെ ഇങ്ങനെ തിരിച്ചു വരണം. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആരവും ഒക്കെ ഈവൻ റോഹനാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തേനെ.
എന്ന് ജസ്സിൽ പിന്നെ ഇത് കൂട്ട് സിമിലറൊക്കെ അവരുടെയൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് എന്തോന്ന് അറിഞ്ഞൂടാ. പിന്നെ ജസ്സിൽ ആരാണ്ടും കഴിഞ്ഞ ജന്മത്തിൽ സ്വിറ്റ്സർലാൻഡിൽ എന്തോ വിഷം കലക്കി കൊടുത്തേണ പോലെയാണ്. ഞാൻ നീ വേണേ പൊക്കോ, ഞാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അറിഞ്ഞൂടാ ഇനിയിപ്പോൾ ഈ ഭാഗത്തോട്ടൊക്കെ വരുമോന്ന്. ഇതാണേലും ഇന്നൊക്കെ നല്ലൊരു ഡേ ഔട്ടിന് പറ്റിയൊരു തന്നെയാണ്. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ എല്ലാം ടിക്കറ്റ് എടുത്ത് കളയണം എന്നില്ലല്ലോ. അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ വേറെ ഒന്നും കാശ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രാവിലെ പിലാറ്റസിൻ്റെ അത് കയറാൻ വേണ്ടി 40 ഇവിടുത്തെ കറൻസി CHF, അത് ഓൾമോസ്റ്റ് 40 പൗണ്ടൊക്കെ തന്നെ അത് കൊടുത്തായിരുന്നു. ഇന്നലെയും 50 CHF ആയിരുന്നു. ഇന്നലെ മറ്റേ മൗണ്ട് ടിറ്റ്ലസിന് എക്സ്ട്രാ കൊടുത്തത്. അപ്പോൾ അതിപ്പോൾ രണ്ടുമ്പോൾ നിൽക്കട്ടെ. പിന്നെ നമ്മൾ മറ്റേ സ്വിസ് പാസ് എടുത്തിട്ടുണ്ട്, അതിനൊരു 309 CHF. അങ്ങനെ സത്യം പറഞ്ഞാൽ കുറേയൊക്കെ ലൈക്ക് ഫിക്സ്ഡ് കോസ്റ്റുകളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ പലരും എന്നല്ല, ഈവൻ ഞങ്ങൾ പോലും ഇത്രയും കാലമായിട്ടും സ്വിറ്റ്സർലാൻഡ് അറ്റംപ്റ്റ് ചെയ്യാതിരുന്നത്. ഇതിപ്പോൾ ഒരാൾക്കല്ലേ, ഇതിപ്പോൾ ഡബിൾ 4 ടൈംസ് ആകുമ്പോൾ കൂടില്ല. അക്കോമഡേഷൻ ആണെങ്കിലും ഇത് പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ബേസിക് റൂമിനാണ് ഞാൻ 300-400 അടുത്ത് കൊടുത്തത്. ഇപ്പം ഈ 3 ദിവസത്തേക്ക്, അടുത്ത 3 ദിവസത്തേക്കുള്ളത് 450 അടുത്ത് വന്നിട്ടുണ്ട്. അത് നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി ലവിഷായിട്ട് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇനി കാപ്പിയും ബ്രെഡും എങ്കിലും കിട്ടിയല്ലോ, അതും കൂടെ കിട്ടിയില്ലാതെങ്കിൽ എനിക്ക് ഭ്രാന്തലയ്ക്കാനേ. അങ്ങനെ പിന്നെ എന്തായിരുന്നു, ഞാനിപ്പോൾ പറയാൻ വന്നതല്ലായിരുന്നു. ഞങ്ങൾ പണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന് 2007 എൻ്റെ ഒരു കസിൻ സിസ്റ്ററും അവരുടെ ഫാമിലി ഇങ്ങനെ ഒരു യൂറോപ്പ് ടൂർ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ എന്നോട് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചു, അവരിപ്പം വരുന്നുണ്ട്, നിങ്ങളും ജോയിൻ ചെയ്യുന്നോ എന്ന് ചോദിച്ചു. അവർ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്, നിങ്ങളും ജോയിൻ ചെയ്യുന്നോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം എനിക്കന്നങ്ങനെ മറ്റേ യൂറോപ്പ് ടൂറൊന്നും എൻ്റെ അജണ്ടയിലില്ല. കാരണം നമ്മൾ വന്നിട്ടേ ഉള്ളൂ, നമ്മളൊക്കെ ഒന്ന് ഒരു സമയം എടുക്കുമല്ലോ സെറ്റിലാവാൻ. പക്ഷേ അന്ന് ഇങ്ങനെ ചോദിച്ചു. പക്ഷെ അന്ന് ഞാനും വന്നിട്ട് ഇങ്ങനെ ജോലിയൊക്കെ കിട്ടാൻ വേണ്ടി ഒരു കോഴ്സൊക്കെ ചേർന്ന് ജസ്സിലും എന്തൊക്കെയോ ജസ്സിൽ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ കോഴ്സൊക്കെ ചെയ്ത് അങ്ങനെ എക്സാംസും ആ ഒരു മൂഡിലായിരുന്നു. അല്ലാണ്ട് അങ്ങനെ ഭയങ്കര ഒരു ഹോളിഡേ മൂഡിലല്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ. പിന്നെ കയ്യിൽ പ്രത്യേകിച്ച് അങ്ങനെ കാശൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു സർവൈവിങ് മോഡിലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാനപ്പം എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ. അവർ വരണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റിൽ കയ്യിൽ പൈസ ഇല്ലാതെ വേറെ കാര്യമെങ്കിലും എല്ലാം കഴിഞ്ഞ് വന്നിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്നോട് പരീക്ഷയല്ലേ, അല്ലെങ്കിൽ നോക്കായിരുന്നു, കുഴപ്പമില്ല, പൈസ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു, ക്യാഷില്ലെന്ന് എനിക്കറിയാം. എന്നാലും അങ്ങനെ പറഞ്ഞു. അന്ന് എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഒന്നാമത്തേനിപ്പം അങ്ങനെ യൂറോപ്പിൽ ഒരു ദിവസം ഒരു സ്ഥലമായിട്ട് അങ്ങനെ ഓടിപ്പോണ്ട രാജ്യമല്ലെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ ഇന്ത്യ എന്നൊക്കെ ആൾക്കാർ അങ്ങനെ വരുമ്പം ഇത്രയും വഴി വന്നിട്ട് പിന്നെയും വന്ന പോലെ നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പം കഴിഞ്ഞ 20 വർഷത്തിൽ എത്രയോ തവണ എത്രയോ രാജ്യങ്ങൾ പോകാനുള്ള ഭാഗ്യമുണ്ടായി. അവസാനം വലിയ അലലില്ലാത്തൊരു സമയത്തല്ലേ. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് ആണെങ്കിലും ഞാനിപ്പോൾ ഇവിടുന്ന് വലുതായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അത് എനിക്ക് വലിയ അത്യാവശ്യം ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ്. ലൈക്ക് വാല്യൂ ഫോർ മണി അല്ലെന്ന് എനിക്ക് മനസ്സിൽ നിന്നിട്ട് അറിയാം. പിന്നെ വീട്ടിലെന്നും കഴിപ്പീരായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ പിന്നെ അതൊന്നിനോട് വലിയൊരു കൊതി തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം പിന്നെ എന്താ, ഞാനാണ് ഈവൻ ലഞ്ചിനോ ഡിന്നറിനോ ഒന്നും വേണ്ടി ഒരു സ്പെസിഫിക് ടൈമും കുറേ ട്രെയിൻ യാത്രകളുണ്ടല്ലോ ഇവിടെ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും അങ്ങനെ ഗ്രാബ് ചെയ്ത് കഴിക്കും. കുറച്ച് സ്നാക്സ് പോലെ ഇവിടുന്ന് UK നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും പിന്നെ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആം ഓക്കെ ഉള്ളി. ഇന്ന് വൈകുന്നേരം വല്ല ജ്യൂസോ യോഗോട്ടോ അങ്ങനെ വല്ലതൊക്കെ മേടിക്കണം. അങ്ങനെ പിന്നെ നാളെ പോകാനുള്ള നാളത്തെ ലഞ്ചും നാളെ പോകുന്ന വഴിയിൽ മേടിച്ചു കൊണ്ടുപോകണം. കാരണം അത് ഇത്തിരി മലയുടെ മുകളിലും കണ്ടാണ്. പിന്നെ അവിടെ പോയി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി പാടായിരിക്കും. അങ്ങനെയൊക്കെ എങ്കിലും ഞാനിപ്പോൾ ആലോചിക്കുക, എന്താ പറയുക, ഇപ്പം ഓക്കെ അവിടെ മൗണ്ടനിൽ കയറാൻ ടിക്കറ്റ് എടുക്കണം, ഓക്കെ ടിക്കറ്റ് എടുക്കുന്നു, അത് ചെയ്യണം, ഓക്കെ ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് ഇത് അഫോർഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ടല്ലോ. നമ്മളൊരു 20 കൊല്ലം മുമ്പാണെങ്കിൽ മേ ബി ഇവിടെയൊക്കെ വരുമായിരുന്നു. കാരണം ഇവിടെ ഒന്നും കാശില്ലല്ലോ. പക്ഷേ ഇങ്ങനെ കാശുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അടുപ്പിച്ച് വരുമ്പം നമുക്കൊരു അയ്യോ വരണ്ടിരുന്നില്ലേ, എന്തെല്ലാം കാര്യം നടന്നേനെ എന്നൊക്കെ, വീട് വാങ്ങണം അന്ന് അങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലേ. അങ്ങനെയും തോന്നും ചില സമയത്ത്. എനിക്ക് തോന്നുവേ ഈ നാട്ടിലൊക്കെ വെറുതെ സ്ഥലമൊക്കെ മേടിച്ച് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് പ്രത്യേകിച്ച് ഒരു ഗുണത്തിലോട്ടും ഒന്നും എത്തിയിട്ടുമില്ല സോഫാർ. അപ്പം ഞാൻ വിചാരിക്കും അതൊക്കെ ചെയ്ത് നേരെ സത്യം പറഞ്ഞാൽ നമുക്ക് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കൊല്ലം ഞാൻ പറയത്തില്ല. കാരണം എനിക്കൊരു ജോലി കിട്ടുന്നവർ എനിക്കൊരു മനസ്സിലൊരു സന്തോഷമില്ലായിരുന്നു.
അതൊക്കെ കഴിഞ്ഞൊരു 2008-ലോ 2009-ലോ ഒക്കെ പതുക്കെ വേണമെങ്കിൽ ഒക്കെ ഒന്ന് വരാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. എങ്കിലും സ്വിറ്റ്സർലാൻഡിൽ ഒരു ഒന്നിച്ച് അങ്ങനെ ഒരു കപ്പിളായിട്ട് വേണമെങ്കിൽ വരായിരുന്നു. ഇപ്പോഴും ഇനിയിപ്പോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്കറിഞ്ഞോണ്ട് ജസ്സിൽ എന്തെങ്കിലും വരുമെന്ന്. ഇനി പിള്ളേരെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വരികയാണെങ്കിലും എൻ്റെ ഒരു 3 ഇരട്ടി ചിലവെന്ന് പറയുമ്പം അപ്പം തോന്നും ഈ കാശിനെങ്കിൽ വേറെ എന്തെല്ലാം ചെയ്യാം എന്നും തോന്നും. പക്ഷേ സ്വിറ്റ്സർലാൻഡിന് ഈക്വലായിട്ട് സ്വിറ്റ്സർലാൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു രക്ഷയില്ല എൻ്റെ ദൈവമേ. ഞാനാണെങ്കിൽ ഇങ്ങനെ കണ്ണിന് ഇങ്ങനെ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് എനിക്കിതുവരെ മത്ത പിടിച്ച പോലെ അങ്ങനെയൊക്കെ. അപ്പം ശരി, കഥ പറഞ്ഞിരിക്കാതെ വെള്ളപ്പൊക്കം ഒന്ന് പോയി കാണട്ടെ. ആക്ച്വലി ഞാൻ സൂറിച്ചിൽ വന്നിറങ്ങിയിട്ട് അവിടുത്തെ ആലിയിലൂടെ ഇങ്ങനെ നടക്കായിരുന്നേ. കാരണം ഞാനിങ്ങനെ ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിയതാ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഒരു സ്വിറ്റ്സർലാൻഡിലെ ഒരു ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് റെസ്റ്റോറൻറ്റ് അവർ പറഞ്ഞു തന്നു. അപ്പം വിചാരിച്ചു എന്തായാലും വന്നതല്ലേ, എന്തെങ്കിലും ഒരു സാധനമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവിടേക്ക് 2 മിനിറ്റ് കൂടി ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കി കേട്ടോ. ഇതാട്ടോ ഞാനൊരു റെസ്റ്റോറൻറ്റ് തപ്പിയെന്ന് പറഞ്ഞില്ലേ. അപ്പം 13 minutes ഫ്രം സൂറിച്ച് സ്റ്റേഷനായിരുന്നു. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു കഴിക്കണ ഒരു രീതിയിലുള്ളൊരു ഫോർമാറ്റൊക്കെ ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ തിരിച്ച് ഇവിടെ സ്വിസ് ചോക്ലേറ്റ്സ് കിട്ടുന്ന സ്ഥലം തപ്പി ഇറങ്ങിയതാണ്. എല്ലാം നമ്മുടെ ChatGPT ചേച്ചി പറയുന്ന അനുഗ്രഹമാണ്. പോയ ട്രെയിനില്ലേ, അതാണ് സൂറിച്ചിൽ നിന്ന് ഞാൻ വന്ന ട്രെയിന്. എന്നിട്ട് എൻ്റെ ഹോട്ടലിലോട്ടുള്ള ബസ്സാണത്. 280 മണിക്കൂറിലൊന്നേ ഉള്ളൂ വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ട്രെയിൻ സാധാരണ ഇവിടെ കറക്റ്റ് പക്ക ടൈമാണ്. പക്ഷെ ഇന്നൊരു 6 മിനിറ്റോ അങ്ങോട്ട് ഡിലേ ആയിരുന്നു. അപ്പം ട്രെയിൻ ഇറങ്ങിയിട്ട് ഇത് കിട്ടുമോ എന്നൊരു ഡൗട്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് കിട്ടി. ഇതിനിപ്പം 2 മിനിറ്റ് പോകും, അല്ലെങ്കിൽ ഞാൻ 1 മണിക്കൂറുടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേനെ. ഇപ്പോൾ ഓൾറെഡി 9 മണിയായി. അപ്പം ഇനി 10 മണി വരെയും ഈ ടൗണിൽ വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബോറിങ്ങാ, വയ്യാണ്ടായി. രാവിലെ 8 മണിക്ക് തുടങ്ങി പിടുത്തമില്ലേ. ആക്ച്വലി റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല ചൂടും പുഴുക്കാണ്. അവിടെ ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ അത് പുറത്ത് ഒത്തിരിക്കുന്നത് അത് വേറെ കാര്യമെങ്കിലും ഒന്ന് കുളിച്ച് ഫ്രഷായി നാളെ പോകാനുള്ള പെട്ടിയിലാണ് ഒതുക്കാനൊന്നുമില്ല. മുഷാദൊക്കെ മീൻസ് സെപ്പറേറ്റ് ആയിട്ടൊന്ന് എടുത്ത് വെച്ചിട്ട് ഇടുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നാളെ പ്രത്യേകിച്ച് വലിയ യാത്രകളൊന്നും ഇല്ല എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഇപ്പോൾ 2 ദിവസം മുഴുവനും യാത്രയല്ലായിരുന്നു. അപ്പോൾ നാളെ ഇവിടുന്ന് ഇൻ്റർലേക്കിന് പോകണം. അപ്പോൾ തിരിച്ച് ഇതേ ബസ് തന്നെ രാവിലെ പിടിച്ച് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ലുസേണിൽ പോയിട്ട് ലുസേണിൽ നിന്ന് ഇൻ്റർലേക്ക്, അവിടെ നിന്ന് പിന്നെയും ഒരു ബസ് ഇവിടെ കാച്ച് ചെയ്യാനുണ്ട്. ശുദ്ധമൊക്കെ ഇവിടെ അങ്ങനെ ബസ്സിനൊന്നും അങ്ങനെ വലിയ എന്താ പറയുക ബുദ്ധിമുട്ടേ ഇല്ല. നമുക്ക് ഭയങ്കര ഈസി. അത്ര പൊട്ടന്മാരും ആയിരിക്കണം ഇവിടെ മിസ്സായി പോകണമെന്നുണ്ടെങ്കിൽ. എനിക്ക് പോലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ. നമ്മൾ ലണ്ടനിലൊക്കെ എത്ര ട്യൂബും ഇതൊക്കെ കൺഫ്യൂസിങ് ആയിട്ടുള്ളതൊക്കെ ഒരു പരിചയമുണ്ടല്ലോ. അപ്പോൾ പിന്നെ നോ പ്രോബ്ലം. ഇതിപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ലണ്ടനിൽ നിന്ന് ആലോചിക്കുവാണെങ്കിൽ ഇപ്പം നമുക്കൊരു മാസത്തൊക്കെ താമസിക്കുന്നവരെയും ലണ്ടനിൽ നിന്ന് നമ്മൾ റെഡ് ഹിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു ബസ് പിടിച്ച് മാസ്തം വരണമെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കുമല്ലോ ബസ്സിന്, റെഡ് ഹിൽ ടു മാസ്തം. അപ്പം അതുപോലെയൊക്കെ തന്നെ രാത്രി 7 മണിക്കൂറിലൊരു ബസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊബറൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവായി 25 കറൻസി ഇവിടുത്തെ കറൻസിയൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഇവിടുത്തെ കറൻസിയുടെ പേര് എപ്പോഴും കിട്ടില്ല. CHF എന്ന് പറഞ്ഞ് ശീലമായി. ഏകദേശം പൗണ്ട് പോലെയൊക്കെ തന്നെ +1 ഏകദേശം കേട്ടോ. അങ്ങനെ സ്വിസ് കറൻസി. പിന്നെന്താ, ഇവിടെ നിന്ന് 10 മിനിറ്റിൽ ഹോട്ടലെത്തും. അങ്ങനെ അതൊക്കെ പരിപാടി. വെള്ളം ഫില്ല് ചെയ്യണം, ഹോട്ടലിലെ റിസപ്ഷനിൽ പോയി ചോദിക്കണം, അതൊരു കാര്യം. പിന്നെന്താണ് വേറെ, ഇന്ന് വൈകുന്നേരം ഞാൻ ഇവിടെ പോയിട്ട് നമ്മുടെ സൂറിച്ചിൽ പോയിട്ട് ഞാൻ നമ്മുടെ ChatGPT ചോദിച്ചു ലൈക്ക് ഒരു സ്വിസ് ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഒരു വാല്യൂ ഫോർ മണി, കഴിക്കാൻ വേണ്ടി കഴിക്കാനോ വേണ്ട, നമുക്കൊരു ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഫുഡ് എന്നിട്ട്. അപ്പോൾ അവരിങ്ങനെ സജസ്റ്റ് ചെയ്തു. ബേസിക്കലി സ്റ്റിർ ഫ്രൈഡ് ആയിട്ടുള്ള വെയിൽ മീറ്റ്
അതും മഷ്റൂമും പിന്നെ ഒരു ക്രീമി സോസും പിന്നെ സൈഡിലായിട്ട് പൊട്ടറ്റോ റോസ്റ്റുമായിട്ട് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തിട്ട് അതൊരു കേക്കിൻ്റെ രൂപത്തിലാക്കിയിട്ട് ആ ഒരു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ഫുഡ് പോലെ. അങ്ങനെ അത് നല്ല ആസ്വദിച്ച് കഴിച്ചു. ഒരു ചെറിയ ഗ്ലാസ് വൈനും കുടിച്ചു. അതിറങ്ങാൻ വേണ്ടി ഞാൻ 10 വൈൻ മേടിച്ചു. ഞാനിങ്ങനെ കുറിച്ചിക്കോട് ഇങ്ങനെ ഹോട്ടലിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ ഒരാളിങ്ങനെ വൈൻ ഇങ്ങനെ ട്രൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുഞ്ഞ് ഗ്ലാസ്സിൽ ഒരു ഇത്തിരി ആയിട്ട് എടുക്കണ്ടായിരുന്നേ. അപ്പോൾ വെറുതെ കിട്ടണമല്ല, നമ്മൾ ആസിഡും കഴിക്കുന്ന സ്വഭാവം നമുക്ക് പണ്ടേ ഉള്ളതാണല്ലോ. അപ്പോൾ ഞാനും എടുത്ത് കഴിച്ചു. അവിടെ നടന്നു പോകുന്നവരൊക്കെ കഴിക്കണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള വൈന്. അപ്പം ഞാൻ ചെറിയ മുന്തിരി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. അപ്പം എല്ലാം ചെറിയ കൊണ്ട് ഉണ്ടാക്കിയതെന്ന്. ചെറിയ കൊണ്ട് വൈൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. ആക്ച്വലി ഇപ്പോൾ UK ചെറിയുടെ നല്ല സീസണാണ്. വലിയ വിലയില്ലാതെ കിട്ടും. പറ്റുകയാണെങ്കിൽ 1-2 കിലോ മേടിച്ചിട്ട് ചെറിയുടെ വൈൻ ഒന്നിട്ട് നോക്കാം. മുന്തിരി നമ്മൾ എല്ലാവരും ഇടാറുണ്ട്. സത്യം ഞാൻ ആ മുന്തിരി വൈൻ തൊട്ടറിയില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. ഞാൻ തൊടൊപ്പം എനിക്കെന്തോ മനസ്സിനും അടുത്ത്. പിന്നെ അത്ര അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കഴിക്കണവരൊക്കെ പറയുന്നില്ല. പക്ഷെ എനിക്കത് അത്ര സുഖം തോന്നുന്നു. അതിന് വലിയ പോളിയത്തിലിടും, എന്നിട്ട് ജസ്റ്റിലിട്ട് വെക്കും. എപ്പോഴെങ്കിലും ഒഴിവിട്ടപ്പോൾ അത് ഊറ്റിയിട്ട് മാറ്റും. അങ്ങനെ ഒരു ഓർഡറിലൊന്നല്ല ചെയ്യാറ്. നമുക്ക് മുന്തിരി നമ്മുടെ പഴയ വീട്ടിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടൊരു വിലക്കുറവുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണല്ലോ. അപ്പോൾ ചെറിയ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഊറ്റി വെക്കേണ്ട ദിവസം തന്നെ മാറ്റി വയ്ക്കുകയും അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഭയങ്കര ടേസ്റ്റുള്ള വൈനായിരുന്നു. അങ്ങനെ സൂറിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനങ്ങനെ ലുസയാണ് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഞാനൊന്നും തോന്നിച്ചില്ല. ഞാൻ സൂറിച്ച് പറ്റിപ്പോൾ എന്താണ് നടക്കുന്ന വഴിയിലൊക്കെ ഈ ലണ്ടനിലാണെങ്കിലും ഉണ്ടല്ലോ, നമ്മളിങ്ങനെ മെയിൻ ആദ്യം കണ്ടെടുത്ത് പോയി സെറ്റിൽ ചെയ്യാതെ ചെറിയ ആലീസിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് അങ്ങനെ നല്ല ഏരിയാസൊക്കെയാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അഡ്രസ്സ് എൻ്റെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഞാനവിടെ നടന്ന് കറക്റ്റ് അതിൽ കൂടെയൊക്കെ നടന്ന് അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ സ്വിസ് ചോക്ലേറ്റ് എന്തായാലും സൂറിച്ചിൽ എന്ന് വാങ്ങാമെന്ന് ഓർത്തിട്ട്, അപ്പോൾ അതും എനിക്കൊരു റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൂഗിളിൽ. അപ്പോൾ അത് നോക്കിയിട്ട് നല്ല വില കേട്ടോ. 1 കിലോയ്ക്ക് 50 സ്വിസ് കറൻസി ഉണ്ട്. അങ്ങനെ അല്ല 150 ഞാൻ മറന്നുപോയത്. എനിവേ ഞാൻ 50 സ്വിസ് കറൻസിക്കുള്ള ചോക്ലേറ്റ് വാങ്ങിച്ചു. കാരണം അവിടെ ഇങ്ങനെ ഹോം മെയ്ഡ് ലൈക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കത്തില്ലേ, അതിങ്ങനെ ഹെസിൽനട്ടിൻ്റെ ഒക്കെ ഉള്ളതും ഒക്കെ കണ്ടിട്ട് ഞാൻ ടേസ്റ്റും ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ആക്ച്വലി അതിൻ്റെ ഒരു 10 കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സൂപ്പർ മാർക്കറ്റിൽ നല്ലത് കിട്ടുമായിരിക്കും. പിന്നെ വിചാരിച്ചു നമ്മളെന്തെങ്കിലും ഒന്നും സ്വിറ്റ്സർലൻഡിൽ വരുന്നില്ലല്ലോ. അപ്പം വല്ലപ്പോഴും വാങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് ഇച്ചിരി വല്ലപ്പോഴൊക്കെ ആവാം. അങ്ങനെ അതും ഇക്കാരണ കാണാൻ വലിയ ലുക്കൊന്നുമില്ല. അതിങ്ങനെ ഞാനിങ്ങനെ വലിയ ഷീറ്റ് പോലെയാണ്. അത് ഒടിച്ച് തരാൻ പറഞ്ഞപ്പോൾ അയാളിങ്ങനെ ഒരു ഭയമില്ലാത്ത പോലെ ഒടിച്ച്, ഞാനാണെങ്കിൽ ഇത്രയും വിലയുള്ള അല്ലെങ്കിൽ തോന്നിയ പോലെ ഒടിക്കല്ലേ എന്ന് മനസ്സിൽ പറഞ്ഞു. അത് ഒടിച്ച് അങ്ങനെ നേരെ അതാക്കി ഒരു കവറിലാക്കി തന്നു. അങ്ങനെ അതും കണ്ടോ. ഇത് ഞാൻ പോകുന്ന വഴിയിലുള്ള ഓരോ ബിൽഡിങ്സാണ്. 10 മിനിറ്റ് പറഞ്ഞില്ലേ ബസ് ഡ്രൈവർ. അപ്പോൾ ഉള്ള ഇതാണ്. ഇത്രയും തോന്നുന്നു എൻ്റെ സ്ഥലം. അപ്പം ശരി എന്നാലേ. ഇതാണേ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. ആദ്യം വന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇതെന്താ വല്ല മഠം ഇങ്ങനെ കൺവേർട്ട് ചെയ്താണ്. കാരണം ഒരു പള്ളിയുടെ സെറ്റപ്പ് ഉണ്ട് മുകളിൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ആ അഡ്രസ്സ് വായിക്കുമ്പം സെമിനാർ കൺവേർട്ടഡ് എന്നുള്ള രീതിയിലാണ്. എനിക്കോണം എന്തെങ്കിലും സെമിനാർ പോലെ എന്തോ ആയിരിക്കും. കാരണം റൂംസും അങ്ങനെയാണ്, ഇങ്ങനെ ഇൻഡിവിജ്വൽ അക്കോമഡേഷൻ. എനിക്കോണം എൻ്റെ റൂം ആ അറ്റത്തില്ലേ, അതാണ് എൻ്റെ റൂം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് രാവിലെ നമുക്ക് ഈ ഇതില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നൊരിടം. കണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ഫിഗേഴ്സൊക്കെ ഇല്ലേ. എന്താണിത്, വല്ല ബൈബിളാണോ എന്താണ് അവർ കവി ഉദ്ദേശിക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. ബട്ട് ക്യൂട്ടായിട്ടേ പെട്ടെന്ന് ഇങ്ങനെ രാത്രി വരുമ്പം ഒരാളവിടെ നിൽക്കുകയാണോ നമുക്കൊരു ഡൗട്ട് തോന്നും. അങ്ങനെ ഇതിനുള്ളിൽ കൂടെ കയറി എല്ലാം ചെറിയ സെറ്റപ്പാണ്. വലിയ ആന എന്ന് പറയാനൊന്നുമില്ല, ഒരു ചെറിയ അക്കോമഡേഷൻ അത്രയേ ഉള്ളൂ. ഇത് ലിഫ്റ്റ് ഉണ്ട് ഇവിടെ. ഞാനിവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നിടത്ത് ഇത്തിരി വെള്ളം പിടിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. ഓക്കെ ബൈ.